السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. سورة النساء 9. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وليخشى الذين لو تركوا من خلفهم ذرية ضعافا خافوا عليهم فليتقوا الله وليقولوا قولا سديدا. إن الذين يأكلون أموال اليتامى ظلما إنما يأكلون في بطونهم نارا وسيصلون سعيرا. صدق الله العلي العظيم. ആദരണീയരായ മുഅ്മിനീങ്ങളെ, അല്ലാഹു തആല ഇഅ്തികാഫിന്റെ നിയ്യത്തോടുകൂടെ അല്ലാഹുവിൻ്റെ ഭവനത്തിൽ നമ്മൾ ഒരുമിച്ച് കൂടിയത് നമ്മിൽ നിന്ന് അല്ലാഹു തആല സ്വീകരിക്കട്ടെ. നമ്മിൽ നിന്നും അതുപോലെ നമ്മോട് ബന്ധപ്പെട്ടവരിൽ നിന്നൊക്കെ വന്നുപോയ എല്ലാ തെറ്റുകളും അല്ലാഹു തആല പുറത്തു തരട്ടെ. രോഗങ്ങളെ കൊണ്ടും മറ്റും വിഷമിക്കുന്നവരുണ്ട്. പ്രത്യേകിച്ച് ഭാര്യയുടെ ശാരീരികമായ കാലിന് ചില പ്രയാസങ്ങളുണ്ട് എന്ന് പറഞ്ഞ് വീണ് പരിക്ക് പറ്റിയ ഒരു സഹോദരൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല ശിഫ നൽകട്ടെ. എല്ലാ ബുദ്ധിമുട്ടുകളും അല്ലാഹു തീർത്തു കൊടുക്കട്ടെ. അല്ലാഹു നമുക്കെല്ലാവർക്കും ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യട്ടെ. ആമീൻ. നമ്മൾ 2 ആയത്തുകളാണ് ഓതിയത്. ഇൻഷാ അല്ലാഹ് വലിയ പെരുന്നാളും കൂടി വരായതുകൊണ്ട് അഫ്ളലുൽ ഇൽമി ഇൽമുൽ ഹാൽ എന്നാണല്ലോ. അപ്പോൾ അത് സംബന്ധമായിട്ടും കൂടിയും പ്രത്യേകിച്ച് നമ്മളെ സഹോദരിമാരൊക്കെ ഉണ്ടായതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ പള്ളിയിൽ നിന്നും മറ്റുമൊക്കെ അത്തരത്തിലുള്ള കാര്യങ്ങൾ പലപ്പോഴും കേൾക്കാനുള്ള അവസരം ഉണ്ടാവും. സഹോദരിമാർക്ക് അത്തരത്തിലുള്ള അവസരം കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇൽമിൻ്റെ ഈ സദസ്സിൽ വെച്ച് കുറച്ച് കാര്യങ്ങൾ അതുകൂടി ഉണർത്താം. ഇൻഷാ അല്ലാഹ് ഈ 2 ആയത്താണെങ്കിൽ അതിൽ 1-ാമത്തെ ആയത്തിൽ ഒരുപാട് വിശദീകരണങ്ങളുണ്ട്. അതിൻ്റെ ശേഷം 11 മുതൽ നമ്മൾ അനന്തര സ്വത്ത് ഓഹരി വെക്കുന്ന വലിയൊരു വിഷയത്തിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ആ 2 ആയത്തുകൾ അതിൽ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് ആദ്യം വിശദീകരിക്കാം. 9-ാമത്തെ ഈ ആയത്ത് അവതരിക്കാനുണ്ടായ കാരണം ആദ്യം പറയാം. ജാഹിലിയ കാലഘട്ടത്തിൽ, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നതിൻ്റെ മുമ്പുള്ള ചില നിലപാടുകൾ അങ്ങനെ തുടരുമല്ലോ. ഒരാള് പ്രായാധിക്യം കാരണം അങ്ങനെ പറ്റ വയസ്സായി അങ്ങനെ മരണമാസന്നമാകുന്ന സമയം, അല്ലെങ്കിൽ വലിയ രോഗം ബാധിച്ച് ആൾക്ക് മരണം വരുന്ന സന്ദർഭം, സാധാരണഗതിയിൽ ഇങ്ങോട്ടില്ല എന്ന് പറയുന്നൊരു സമയമുണ്ടല്ലോ. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ജാഹിലിയ കാലഘട്ടത്തിൽ ഒരു ചുറ്റുപാടുണ്ടായിരുന്നു. കുറേ ആളുകൾ, കുടുംബത്തിലും മറ്റൊക്കെ ഉള്ള ആളുകളെല്ലാവരും കൂടിയും വരും. മരിക്കാൻ പോകുന്ന ആളെടുത്ത് വരും. ആണാണെങ്കിലും പെണ്ണാണെങ്കിലും വരും. വന്നിട്ട് ഇവരെടുത്ത് ഉള്ള സ്വത്തൊക്കെ എന്ത് ചെയ്യും? ഇവര് വാങ്ങും. എന്നിട്ട് ചെറിയ കുട്ടികളുണ്ടാവും. അതായത് ഇയാളാണ് മരിച്ചു കഴിഞ്ഞാൽ ആ കുട്ടികൾ യതീമെന്ന് പറയാ, പ്രായപൂർത്തിയാകാത്ത ചെറിയ മക്കൾ. ആ മക്കൾക്ക് കാര്യമായി ഒന്നും കൊടുക്കൂല. ഭാര്യമാർക്കും ചിലപ്പോൾ കൊടുക്കൂല. ഭർത്താക്കന്മാരാണ് ഈ മരണം ആസന്നമായതെന്നുണ്ടെങ്കിൽ. എന്നിട്ട് ഒരു തരം ചട്ടം വിതരം എന്നൊക്കെ പറയല്ലോ നമ്മൾ. അവരുടെ സ്വാധീനം ഉപയോഗിച്ച് ഈ മുതലൊക്കെ ഓയിൽ കൈയടക്കിയിട്ട് എന്നിട്ട് അവരെ ഹിതം പോലെ എന്ത് ചെയ്യും? അങ്ങനെ ഒരു ചുറ്റുപാട് ആചാരം. ചിലപ്പോൾ ദാനധർമ്മങ്ങൾ ചെയ്യേക്കാരം. പക്ഷേ ഈ ആള് ഇങ്ങനെ വട പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആ യതീമായ മക്കളെ സംബന്ധിച്ചുള്ളൊരു ചിന്ത ഇവർക്കില്ല. ആ ഒരു സമയത്താണ് 'അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്ത് ഇറക്കുന്നത്. ഇതാണ്
ഇതിൻ്റെ ഒരു കാരണം ഈ ആയത്തിറങ്ങാനുള്ള കാരണമായിട്ട് പറയുന്നത് അതാണ്. അപ്പോൾ ഇവരുടെ ഉള്ളു ഉണർത്തുകയാണ്. അതായത് അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, ഒരു ചിലപ്പോൾ ആ നാട്ടിലെ കാര്യപ്പെട്ട നേതാക്കന്മാരെ കയറും, അവരാണ് ചെന്നിട്ട് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പൊ അതിന് ഈ ഖുർആൻ ലളിതമായി പറയേണ്ടതെന്തറിയോ, അവരൊന്ന് ആലോചിച്ചാൽ മതി. ആ സ്ഥാനത്ത് ഇവരായി, ഇവര് മരണപ്പെട്ട് ലഈഫായ, അതായത് പ്രായപൂർത്തിയെത്താത്ത ചെറിയ കുട്ടികൾ, ഇവരുടെ മക്കള് പ്രയാസപ്പെടുന്നൊരവസ്ഥ ഇവർക്ക് ചിന്തിച്ചാൽ മതി. അപ്പൊ അവര് ആ യത്തീം കുട്ടികളോട്, യത്തീമാകാൻ പോകുന്ന ആ കുട്ടികളോട് ഒരിക്കലും അങ്ങനെ ചെയ്യൂല. ഇതാണ് ഈ ആയത്തിൽ പറയുന്നത്. അതങ്ങനെ നമ്മൾ എല്ലാവരും പരസ്പരം, നമ്മളിപ്പോൾ ഖുർആൻ മാത്രമല്ല, നമ്മളൊക്കെ ചിലപ്പോൾ അങ്ങനെ പറയും ചില കാര്യങ്ങൾ, അത് ചിലപ്പോൾ ഉള്ളൊന്ന് ഒലച്ചു പോകും. അതിനൊരു തെളിവും കൂടിയാണത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽയഖ്ശല്ലദീന ലൗ തറകൂ മിൻ ഖൽഫിഹിം ദുർരിയ്യതൻ ളിഅഫാ ഖാഫൂ അലൈഹിം ഫല്യത്തഖുല്ലാഹ വൽയഖൂലൂ ഖൗലൻ സദീദാ. അല്ലാഹു പറയാണ്, വൽയഖ്ശല്ലദീന, ഒരു കൂട്ടർ പേടിക്കട്ടെ, ഭയപ്പെടട്ടെ. എന്ത്? ലൗ തറകൂ മിൻ ഖൽഫിഹിം ദുർരിയ്യ, ബലഹീനരായ മക്കളെ ഇട്ടേച്ചു പോകുന്നത്. അങ്ങനെ ഭയപ്പെടുന്ന ആളുകൾ, ദുർരിയ്യത്തൻ ളിയാഫ് എന്ന് പറഞ്ഞാൽ, ളിയാഫ് എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തിയൊന്നും എത്താത്ത ബലഹീനരായ കുട്ടികൾ. ഖാഫൂ അലൈഹിം, ആ യതീമായ കുട്ടികളുടെ മേലും ഒരു പേടിക്കട്ടെ. ബലഹീനരായ സ്വന്തം മക്കളെ ഇട്ടേച്ചു പോകുന്നത് എത്ര ഭയമുണ്ട്. അങ്ങനെ ഭയപ്പെടുന്നവർ യതീം കുട്ടികളെ കാര്യത്തിന് ഭയപ്പെടട്ടെ. അവനാന്റെ ബലഹീനരായ കുട്ടികൾക്ക് അങ്ങനെ ഒരു അവസ്ഥ വരുന്നത്, അവര് പ്രയാസപ്പെടുന്നത് നമ്മൾ ഒരിക്കലും ഇഷ്ടപ്പെടൂലല്ലോ, ഓരോരുത്തരും ഇഷ്ടപ്പെടൂലല്ലോ. അപ്പോ അങ്ങനെ ഒരു അവസ്ഥ വേറെ കുട്ടികൾക്കും വരാൻ പാടില്ല. അതിനെ ഒരു പേടിക്കട്ടെ. അവർ അള്ളാഹുവിനെ സൂക്ഷിക്കട്ടെ ആ വിഷയത്തിൽ. വൽയഖൂലൂ ഖൗലൻ സദീദാ, മാത്രമല്ല നല്ല വാക്ക്, നേർവാക്ക് അവരോട് പറയുകയും ചെയ്യട്ടെ. അവരോട് എന്ന് പറഞ്ഞാല് അതാരാകാം? മരിക്കാൻ പോകുന്ന ഈ ആളോടാകാം, അല്ലെങ്കിൽ മരിച്ചതിന്റെ ശേഷമുള്ള ആ യതീം കുട്ടികളോടും ആകാം. രണ്ട് നിലക്കാണ് അതിന്റെ ലമീറും അടങ്ങുക. അതിൻ്റെയൊക്കെ ഉദ്ദേശങ്ങൾ എന്താ വെച്ചെങ്കിൽ പറയാം. ഇപ്പൊ നമ്മൾ സാധാരണഗതിയിൽ ഇപ്പോൾ പിന്നെ ഒരാൾ വല്ലാതെ പ്രയാസപ്പെടുത്തുകയാണെങ്കിൽ, ഒരു ഓഫീസിൽ ചെല്ലുകയാണ്, നമ്മൾ ഒരു ഗവൺമെന്റ് ഓഫീസർ വെറുതെ നമ്മളിട്ട് കറക്കുകയാണ്. അപ്പോൾ മനസ്സ് പൊട്ടിയിട്ട് ഇയാൾ പറയണ, സാറേ, സാറിന്റെ സ്ഥാനത്ത് ഞാനും എൻ്റെ സ്ഥാനത്ത് സാറും ആണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ എന്ന് പറഞ്ഞാൽ, കുറച്ചെങ്കിലും ഒരു തരി മനസ്സാക്ഷി കുത്തുണ്ടെങ്കിൽ ഇരുന്നോളൂ എന്നറിയും. ചിലപ്പോ ശരിയാക്കി തരാമെന്ന് അതിൻ്റെ അർത്ഥം. അങ്ങനെ ഒരു ഉസ്താദ് പറഞ്ഞത് എൻ്റെ ഓർമ്മയിലുണ്ട്. ഓഫീസറോടെ, ഓഫീസർ കുറച്ചൊരു വർഗീയമായി ചിന്തിക്കുന്ന ആളെ തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞു. കാരണം തലകെട്ടുമൊക്കെ നോക്കും, വേഷത്തൊക്കെ ഒന്ന് നോക്കും, അങ്ങനെ സ്വീപ്പാക്കുക. അപ്പോൾ ഉസ്താദ് പറഞ്ഞാണെന്ത് പറഞ്ഞ, സാറിൻ്റെ സീറ്റിൽ ഞാനും ഈ നിൽക്കുന്നത് സാറുമാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? നിങ്ങൾ അതൊന്നും ആലോചിച്ച് നോക്കിയെന്ന് പറഞ്ഞു. മുസ്ലിം ഇരിക്കും എന്നാണ് പോലെ അയിമ അയാൾ വീണം. ആര് പറഞ്ഞ വീണല്ല, യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള നമ്മൾ ആത്മാർത്ഥമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെയുള്ളൂ. പക്ഷെ അങ്ങനെ അധിക ആളുകൾ എന്ത് ചെയ്യല്ല, അങ്ങനെ ചിന്തിക്കാറില്ല. ഇവിടെ നോക്കൂ, അല്ലാഹു തആല ആർക്കും മനസ്സിലാകുന്ന രൂപത്തിൽ ഉള്ളു തട്ടി നല്ലൊരു ഉപദേശം കൊടുക്കുകയാണ്. അങ്ങനെ ചിന്തിച്ചാൽ പോരെ. ആ യത്തീം, അപ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ, നമ്മളിപ്പോ യത്തീമുകളൊക്കെ ഏതെങ്കിലും രൂപത്തിൽ പ്രയാസപ്പെടുന്ന അവസ്ഥ ആലോചിക്കണം. അപ്പം നമ്മളെ കുട്ടികളിലേക്ക് ചിന്തിച്ചാൽ മതി. നമ്മളെ മക്കളെ നമ്മളെങ്ങനെയാണ് കാണുന്നത്, എത്ര വലിയ പ്രതീക്ഷയാണ്. ഓരോ അല്ലേ, ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾക്കൊക്കെ ഉണ്ടാവും. ഇപ്പം ഇന്ന് പോരുമ്പോൾ ചിലപ്പോൾ കുട്ടികളോ മക്കളൊക്കെ എന്തെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ തുണി കുപ്പായൊക്കെ ടൈമാണ്, പെരുന്നാക്ക് സ്കൂളൊക്കെ തുറക്കാൻ പോവുകയാണ്. അപ്പോൾ പഴയ ബാഗ് ഉണ്ടെങ്കിലും ഒരു പുതിയ ബാഗ് വേണ്ടി വരും. ചിലപ്പോൾ നല്ലൊരു കൊടക്ക് വേണ്ടി കെഞ്ചിനുണ്ടാവും, ഒരു പുതിയ കൊട എടുത്ത് തരണം കേട്ടോ. ഇങ്ങനെ പിന്നെ ഒരുപാട് കാര്യങ്ങളുണ്ടാവും, നമുക്കെല്ലാവർക്കും ഉണ്ടാവും. നമ്മളൊക്കെ കുട്ടികളുടെ അവസ്ഥ അങ്ങനെയല്ലേ.
ഇത് നമ്മൾ മറ്റുള്ളവർക്കും ആഗ്രഹിക്കണ്ടേ? വേറുള്ളവരുടെ അവസ്ഥ ഇങ്ങനെ തന്നെയാണെന്നുള്ളത്. അങ്ങനെ എല്ലാവരും ചിന്തിച്ചാൽ അവിടെ കൊലപാതകം ഉണ്ടാവില്ലല്ലോ അല്ലേ? നമ്മൾ വേറൊരാളെ കുത്തി കൊല്ലുമ്പോൾ ഓർക്കണില്ല, ഇതിപ്പോൾ 4 ആൾ കൂടി എന്നെയാണെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നതെങ്കിൽ എൻ്റെ കുട്ടികളുടെ അവസ്ഥ. ചില കൊലപാതകങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ കെഞ്ചും, എൻ്റെ മക്കളെ ഓർത്തിട്ട് എന്നെ വെറുതെ വിടുമെന്നൊക്കെ. പക്ഷെ മനസ്സലിയില്ല, ചിന്തിക്കണില്ല. അപ്പൊ അങ്ങനെ ചിന്തിക്കാനാ. ഇതിപ്പോ ഏകദേശം ആളുകൾക്കൊക്കെ ഇത് മനസ്സിൽ തട്ടുന്നുള്ളത് കൊണ്ടാണ് ഖുർആന് വേറൊരു ഭാഗത്തിൽ ഉപമ ഇത് സംബന്ധമായി പറയുന്നത്. അതായത് അള്ളാഹു അല്ലാത്ത വസ്തുക്കൾക്ക് ആരാധിക്കുന്നത് കൊണ്ട് യാതൊരു പ്രയോജനം ഉണ്ടാകൂല എന്നത്. ഒരു പ്രയോജനം ഉണ്ടാവില്ല. അത് അങ്ങനെ വിശ്വാസം ഉണ്ടായിന്, ഈ വിഗ്രഹങ്ങളൊക്കെ രക്ഷപ്പെടുത്തുന്നുള്ള. അപ്പൊ അവർക്ക് ഭയങ്കര നിരാശ പരലോകത്ത് വരും എന്ന് ഇവരോട് ഖുർആൻ പറഞ്ഞപ്പോൾ ഇവർക്ക് എന്ത് നിരാശ. അപ്പോൾ ഇവർക്കൊരു ഉപമ പറഞ്ഞെടുത്ത് ഖുർആൻ. എന്താ ഉപമ അറിയോ? ഒരാള്, അയാൾക്കൊരു തോട്ടമുണ്ട്. ഖുർആൻ ഒരു ഭാഗത്ത് പറയേണ്ട കഥ സാങ്കല്പികമായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്, പറയാണ് ഖുർആൻ. അയാൾക്കൊരു വിശാലമായ തോട്ടമുണ്ട്. ആ തോട്ടത്തിൽ ഒരുപാട് പഴങ്ങളും ധാന്യങ്ങളും പച്ചക്കറികളും എല്ലാം ഉണ്ട്. ഇയാൾക്കൊന്നിനും കഴിയില്ല, വാർദ്ധക്യമാണ്, ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇയാൾക്ക് മക്കളുണ്ട്, പക്ഷേ മക്കള് ദുർബലരാണ്. അതായത് തഫ്സീറിൽ കാണാം, അതിന്റെ ഉദ്ദേശം ഒന്നുകിൽ ചെറിയ മക്കള് അല്ലെങ്കിൽ അംഗവൈകല്യമാണ്. അപ്പൊ അവർക്കും ചെറിയ കുട്ടിയാണെങ്കിൽ പക്വത എത്തിയിട്ടില്ല, അംഗവൈകല്യമാണെങ്കിൽ അവർക്കൊന്നും ചെയ്യാൻ കഴിയൂല. ഇയാൾക്കാണെങ്കിൽ ഇയാൾക്കൊന്നും ചെയ്യാൻ കഴിയൂല, പുറത്തിറങ്ങി ജോലി എടുക്കാനോ പറ്റും. പക്ഷേ എല്ലാ വരുമാനം, വലിയൊരു തോട്ടം, ആ തോട്ടത്തിൽ ഇഷ്ടം പോലെ പഴങ്ങൾ. അപ്പോൾ അയാൾക്ക് പണിക്കാരൊക്കെ വെച്ചിട്ട് ആ വീട്ടിലേക്ക് വേണ്ടത് അവർ കൊണ്ടുവരുന്നു, ബാക്കി വിൽപ്പന നടത്തുന്നു. വിൽപ്പന നടത്തിൻ്റെ നാണയങ്ങൾ കൊണ്ടു കൊടുക്കുന്നു. നല്ല സന്തോഷമാണ്, നല്ല സന്തോഷമാണ്. എന്നിട്ട് അള്ളാഹു ചോദിക്കുകയാണ്, ആ തോട്ടത്തിലേക്ക് ഒരു ഇടിത്തി വന്നിട്ട്, അതായത് ഒരു മിന്നലാണ് വന്നിട്ട് ആ തോട്ടം മുഴുവൻ നശിച്ചു. അയാളെ അവസ്ഥ എന്തേകാരം? ഖുർആൻ ചോദിക്കുകയാണ്. അയാളെ അവസ്ഥ എന്താ? വല്ലാത്തൊരു നിരാശ ഉണ്ടാവും. കാരണം എന്താ? മുതലൊക്കെ പോയി, നല്ല ആരോഗ്യമുണ്ട്, ജോലി ചെയ്യാനുള്ള ചാൻസും ഉണ്ട്, പൈസ ഉണ്ടാക്കാനുള്ള മാർഗങ്ങളുണ്ട്. എന്തേ മതി? ആരോഗ്യമുണ്ടല്ലോ എന്ന് കരുതിയാൽ മതി. ഇയാൾക്ക് ആരോഗ്യമല്ല. ഇനിയിപ്പോൾ ആരോഗ്യമൊക്കെ ക്ഷയിച്ച ചില ആളുകൾ, അവരോട് ചിലപ്പോൾ മക്കളറിയും, ഇപ്പം ഞങ്ങൾ ബേജാറാണ്ട, ഞങ്ങൾ പിന്നെ മക്കളെന്തിനാ. അപ്പൊ അങ്ങനെ ഒരു ആശ്വാസമാണ്. ഇയാൾക്കതില്ലല്ലോ. ഇയാളെ മക്കൾ ദുർബലരോ, ഒന്നെങ്കിൽ അംഗവൈകല്യം, അല്ലെങ്കിൽ പറ്റ ചെറുത്, ജോലി എടുക്കാൻ കഴിയൂല. ഇത്തരം ഒരു ഘട്ടത്തിൽ മുന്നിൽ ഒരു ശൂന്യത അനുഭവിക്കും. പടച്ചവനെ ഇനി എന്താ ചെയ്യാം? ഈ ചെറിയ മക്കളും വയ്യാത്ത ഞാനും ഇനി എന്താണ് ഉപജീവനത്തിന് ചെയ്യുക? ഒരു കാളിച്ച വരും. ഇതിപ്പോ എല്ലാവർക്കും പറഞ്ഞാൽ മനസ്സിലാവും. എന്നാൽ അതിനേക്കാൾ കഠിനമായ നിരാശയാണ് അവിടെ വരിക എന്ന് പറഞ്ഞപ്പോ ഈ ആയത്തിന് ഇറങ്ങിയപ്പോൾ കുറേ ആളുകൾക്ക് മാറ്റം വന്നു. അത് ഖുർആന്റെ ഒരു ശൈലിയാണ് അങ്ങനെ പ്രയോഗിക്കുക എന്നുള്ളത്. ഈ ചില ആളുകൾക്കൊരു ഇടയാട്ടുണ്ടായിരുന്നു. അതായത് പരലോകത്തെ പറ്റിയുള്ള ആയത്തുകളൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ തോന്നും പറഞ്ഞിലും കാര്യമുണ്ട്. പിന്നെ ഓൽക്ക് തോന്നും അത് ഒരു തോന്നലേ കാരണം. അള്ളാഹു തആല അവർക്കൊരു ഉദാഹരണം പറഞ്ഞു. അതിശക്തമായ മിന്നല് കിണറുകൾ വരുമ്പോൾ രാത്രി ഇങ്ങനെ പോകാൻ അടുത്ത് വിളിച്ചല്ല, മിന്നലാണ് എറിഞ്ഞത്. ഈ മിന്നലെറിയുമ്പോൾ അയാൾ ആ വഴിന് കാണും കേട്ടോ, തനിക്ക് പോകേണ്ട വഴിന് കാണും. കുറച്ച് കാണും, അയാൾ കണ്ടെക്കും. അവിടെ ബ്ലോക്കൊന്നുമില്ല. പിന്നെ ഇരുട്ടായി. അപ്പൊ അയാൾ ആ കണ്ടതിലങ്ങനെ പോകും, ഇടിനടക്കും. ഇനി അടുത്ത് മിന്നൽ വരണം എന്നതുപോലെയാണ് ഹിദായത്തിന്റെ വെളിച്ചം ഒരൽപ്പണം വരുമ്പോഴേക്ക് സ്വീകരിക്കണമെന്ന് തോന്നും. പിന്നെ മിന്നൽ പോയാൽ മാർക്ക് അത് നഷ്ടപ്പെടുത്താൻ ഇയാൾ. ആ രൂപത്തിൽ അല്ലാഹു തആല ഖുർആനിലെ സൂറത്തുൽ ബഖറയിൽ വിശദീകരിച്ച് അങ്ങനെയുള്ള ആളുകളെ തൗഹീദിലേക്ക് അടുപ്പിച്ച സന്ദർഭങ്ങളുണ്ട്. എങ്ങനെയെങ്കിലും മനുഷ്യന്റെ മനസ്സിലേക്ക് നല്ല ഇളത്ത് കൊടുത്തിട്ട് മാറ്റം വരുത്തുക എന്നുള്ളതാണല്ലോ. ഇവരിൽ അല്ലാഹു തആല മാറ്റം വരുത്തുകയാണ്. അപ്പോൾ സ്വന്തം മക്കള് ദുർബലരായ ബലഹീനരായ മക്കള്, ആ മക്കള് അനാഥരാകുന്നത് എല്ലാവർക്കും പേടിയുണ്ടാവുമല്ലോ അല്ലേ? അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു നെഞ്ചുവേദനയൊക്കെ വരുമ്പോഴേ, അപ്പോൾ അഥവാ ചെറുതായിട്ട് വന്നാലും, ഇപ്പം മിനിഞ്ഞാന്ന് നമ്മളെ ഒരു സുഹൃത്തിന് നെഞ്ചുവേദന, ചെറിയൊരു വേദന. അപ്പോൾ അയാളിൻ്റെ അടുത്ത് പൈസ കൊടുന്നെന്ന് ഞാൻ അപ്പഴും നേർച്ചയ്ക്കേതാ ബേജാറായി കണ്ടു തരണേണ്ട. ആരും ഏത് ചിലവാക്കത്തില്ല, അവർ ചിലവാക്കുമല്ലോ. എൻ്റെ അടുത്ത് റിലീഫ് പൈസ കൊടുന്നു. എൻ്റെ വിഷയം എന്തേ? ഒന്നല്ല, ചെറിയൊരു വേദന ഉണ്ടായി, അങ്ങനെ രാത്രി പോയി. ഏതായാലും കഴിച്ചിലായി എന്നോട്.
അല്ല അപ്പം ചെറിയ കുട്ടികളൊക്കെ ഓർത്തുപോയേ ഇവിടെ പോയാൽ ജോലി തിരക്കും കാര്യങ്ങളും അതിൻ്റെ അടിയിൽ ഇങ്ങനെ വന്നാലും അതെന്താ സംഭവം മാങ്ങ കുറച്ച് ഓവറായി തിന്നീനെ പോലെ അങ്ങനെ ഉണ്ടാവും. ഞാൻ ഇപ്പോൾ അറിയുന്നുണ്ട് അതുണ്ടാവും. മാങ്ങ ഓവറായി തിന്നിട്ട് ഗ്യാസ് കയറിയാണ്. ഒന്ന് ചെയ്യാൻ മറ്റൊന്നിന് വളം തന്നപ്പോൾ അപ്പം മൂപ്പര് നേർച്ചയ്ക്കാണ്. പക്ഷെ മൂപ്പരെന്താ പിന്നെ കേട്ടോ സത്യസന്ധന കേട്ടോ അതിപ്പോൾ മാങ്ങയാണില്ലേ അതിനൊന്നും ഇപ്പോൾ നേർച്ചയാക്കി കൊടുക്കണ്ടായിരുന്നില്ല. ആ പൈസ ഞാൻ കൊടുന്നു. ലക്ഷക്കണക്കിന് റുപ്യ പഠിച്ചവനായിട്ട് ചിലവാക്കുന്നതിന് മാറ്റി തന്നാൽ സന്തോഷമാണ്. അതാണ് അതിൻ്റെ കാര്യം. അപ്പം നമ്മൾ അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ കുറേ എന്തെയും മാറ്റം വരും. ഇനി നോക്കൂ, അപ്പോൾ പിന്നെ ബലഹീനരായ മക്കളെ ഇട്ടേച്ച് പോകുന്നതിൽ എത്ര പേടിയുണ്ട്. അത് അപ്പുറത്തുള്ള കുട്ടികളെ കാര്യത്തിൽ ചിന്തിക്കണ്ടേ. അപ്പോൾ ഇവർ ഇപ്പോൾ പിന്നെ നമ്മളുണ്ടല്ലോ ചിലപ്പോൾ ഈ ഗൾഫിൽ നിന്നൊക്കെ വന്ന ആൾക്കാരെ എടുത്തിട്ടുണ്ട് ഒരു പിരിവിനോക്ക് ഒന്നും ആലോചിക്കൂല. ഓരോരുത്തുണ്ടോന്നോ ഒരവസ്ഥ എന്താണോ ഒരു ആകെ കടാക്കി പോകുന്നേക്കാരം നാട്ടിലേക്ക് വരാനുള്ള പൈസ ഒപ്പിച്ചുകാണ്ട്. എന്നിട്ടാണ് നമ്മൾ ചെന്നുകാണ്ട് ഓലം കെട്ട് എന്ത് ചെയ്യും, കരിമ്പ് ജ്യൂസിൻ്റെ അടിക്കാൻ വേണ്ടി ആ മെഷീനിക്ക് കരിമ്പ് വെച്ചുകൊടുത്ത് വീഴുമ്പോഴാണ് വീഴും. അതിപ്പോൾ അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റില്ല. നിങ്ങളൊക്കെ കണ്ടിട്ടല്ലേ ഇപ്പോൾ നമ്മൾ തുടങ്ങേണ്ടതെന്നൊക്കെ പറയും. മഹലിൽ ഓഡിറ്റോറിയം തുടങ്ങിയേക്കാരം ഉദ്ദേശം. നമ്മൾ ഒരവസ്ഥ നോക്കണം, നോക്കണം ആ സ്ഥാനത്ത് നമ്മളാണെങ്കിൽ എന്നുള്ളത് എന്നതുപോലെ തന്നെ. അപ്പോൾ ഇതിങ്ങനെ ചിന്തിച്ചാൽ മതി. അപ്പോൾ ഇവരെന്ത് ഇതേപോലെയാണ് അന്ന് മരണം ആസന്നമായി കിടക്കുന്ന ആളെടുത്ത് വരിക, എന്നിട്ട് അയാളെ മുതലൊക്കെ എടുക്കുക, എന്നിട്ട് ഇവർ ഇതം പോലെയാണ് ചെലവാക്കുക. അത് ഇത് പറഞ്ഞിട്ട് ആ കുട്ടികൾക്കൊന്നും കൊടുക്കാക്കുക. അതിനാണ് അള്ളാഹു ഇങ്ങനെ പറഞ്ഞത്. എന്നിട്ട് അള്ളാഹു താല പറയാണ് ഫൽയത്തഖുല്ലാഹ്, ആ കാര്യത്തിൽ അള്ളാഹനെ സൂക്ഷിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പിന്നെ പറയുന്നത് എന്താ, വൽയഖൂലു ഖൗലൻ സദീദാ, നല്ല നേർവാക്ക് അവരോട് പറയുകയും ചെയ്യട്ടെ. ഇത് രണ്ട് നിലക്കാകാം. ഒന്നുകിൽ മരിക്കാൻ പോകുന്ന ഈ ആളോട് നേർവാക്ക് പറയാനാ, അതായത് മരണം ആസന്നമായ ആളെ മുതൽ അയാളടുത്ത് വാങ്ങിയിട്ട് വേറെ വകുപ്പിക്ക് നീക്കരുത് എന്ന് പറഞ്ഞു ആദ്യം. ആ കുട്ടികളെ അനാഥരാവും, അവർക്ക് പ്രയാസം വരും. പിന്നെ പറയാ നിങ്ങൾ അവരോട് നല്ല വാക്ക് പറഞ്ഞോളി. അപ്പൊ അവർ എന്ന് പറഞ്ഞാല് ആരാ? രണ്ട് നിലക്കാകാം. ഒന്നുകിൽ മരിക്കാൻ പോകുന്ന ആളാകാം, അല്ലെങ്കിൽ അയാളെ കുട്ടികളാകാം. യത്തീം കുട്ടികളെന്ന് പറഞ്ഞ ശേഷം യത്തീമാകാൻ പോകുന്ന കുട്ടികളാകാം. ആദ്യം നമ്മൾ മറ്റേത് പറയാം. ഈ മരിക്കാൻ പോകുന്ന ആളോട് നല്ല വാക്ക് പറയാൻ എന്താ? നിങ്ങളൊന്ന് പറഞ്ഞാണ്, ഒന്ന് ആലോചിച്ച് പറഞ്ഞാണ്. അയാളോട് നല്ല വാക്ക് പറയട്ടോ എന്നാണ് എന്തേ കാര്യം? എങ്ങനെ എങ്ങനെ അല്ല കെലിമലി കൊടുക്കലല്ല. അത് നമ്മളെ മനസ്സിലേക്ക് വരും. എന്താ പറയുക, ഇപ്പൊ ഏത് ഡോക്ടറെ കാണിക്കണ്ടേ, ഇപ്പൊ ആരും വരുന്ന കുടിക്കണ്ടേ, ഇതൊന്നൊരു രോഗമല്ലാതാന്നൊക്കെ പറഞ്ഞ നമ്മളില്ലേ. എന്നാൽ അവിടെ പ്രധാനമായിട്ട് ഉദ്ദേശിക്കേണ്ടത് എന്താ അറിയോ, ഈ വിഷയത്തോട് ഏറ്റവും യോജിപ്പുള്ള, അതായത് മുതലൊക്കെ കൂടി എടുത്തിട്ട് പിന്നെ അത് വേറുള്ളവർക്ക് കൊടുത്തിട്ട് കുട്ടികളെ ഇടങ്ങാറാക്കേണ്ട സിസ്റ്റേനല്ലോ. അത് മാറ്റിയിട്ട് നല്ല വാക്ക് പറഞ്ഞാല് എല്ലാം പെട്ടു. നിങ്ങൾ പറഞ്ഞതൊക്കെ അതിൽ പെട്ടു. എന്നാൽ പ്രധാനമായിട്ടും അതിൽ പെടുന്ന എന്താ അറിയോ, പിന്നെ എനിക്ക് അല്ലാഹു തആല കുറേ മുതൽ തന്നിട്ടുണ്ടല്ലോ. ഒരു കാര്യം ചെയ്യേ, ആ മുതലിൻ്റെ ഒരു 1/3 ഭാഗം നല്ല നല്ല കാര്യങ്ങൾക്ക് ജോയി വായിക്കണം. അതിനുമാണ് ഈ വസിയത്തെ നിർബന്ധിപ്പിക്കാൻ പാടില്ല. അത് നല്ലതാണ്. അതാണ് അതുകൊണ്ട് ഉദ്ദേശം. കാരണം ഒരാൾ വസിയത്ത് ചെയ്യാണ്. ഇപ്പോൾ 30 ഏക്കർ ഒരാൾക്ക് പിന്നെ 30 ഏക്കർ സ്ഥലമുണ്ട്. മൂപ്പർക്ക് മനസ്സിലായി ഇങ്ങോട്ട് തിരിച്ചു പോക്കില്ല, മരണം ഉറപ്പാണെന്ന് ഉറപ്പായപ്പോൾ മൂപ്പര് ഉത്തരവാദപ്പെട്ട ആൾക്കാരോടൊക്കെ പറഞ്ഞു, ഞാൻ ആ 30 ഏക്കർ നമ്മളെ ജുമാഅത്തള്ളികൾക്ക് നൽകുകയാണ്, ഖബർസ്ഥാനി ആയിക്കോളി ഭാവിയിൽ. അപ്പോൾ മകൻ ചോദിക്കാണ്, അല്ലപ്പ അപ്പൊ ഞങ്ങളൊക്കെ ഞാൻ എന്താ കാട്ടുക, ഖബർസ്ഥാനിൽ കിടക്കുക? അപ്പോൾ വാപ്പറയണം, അതൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല, എനിക്ക് പറയല്ലോ അവൻ രക്ഷപ്പെടണം എന്നാണ്. അപ്പോൾ മക്കളും കൂടുമല്ലോ. അപ്പോൾ ഇപ്പോൾ വല്ലിപ്പി അങ്ങനെ കരുതിക്കണമെങ്കിൽ നിങ്ങൾ എന്നോ ഖബർസ്ഥാനിൽ കിടക്കണ്ടേ, വല്ലിഫാനോ അതല്ലേനത്. അപ്പം അങ്ങനെ പ്രശ്നം വരും. അതുകൊണ്ട് ഇസ്ലാം അത് അനുവദിക്കുന്നില്ല. അവിടെ ഇസ്ലാം കൽപ്പിക്കുന്നത് എന്താ വെച്ചാൽ 1/3 ഭാഗം വസിയത്ത് ചെയ്യാം, മേലേക്ക് പോയത്. അതാണ് ഇസ്ലാം എല്ലാ കാര്യത്തിലും യുക്തമാണ്. ഇനി ഞാൻ ഇതിന് വേറൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഇത് സംബന്ധമായിട്ടൊരു ആയത്തിറങ്ങിയത്, അതായത് പിന്നെ തബൂക്ക് യുദ്ധത്തിന് പോകാതെ കുറെ മുനാഫിക്കുകൾ മാറിയിരുന്നു. നമ്മളെ കൂട്ടത്തിലെ വളരെ പ്രധാനപ്പെട്ട കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അടക്കമുള്ള 3 സഹാബിമാർ, പ്രമുഖ നേതാക്കന്മാരും
തബൂക്ക് യുദ്ധത്തിന് പോയില്ല. പിന്നെ കുറച്ച് സ്വഹാബിമാരും പോയില്ല. ഒരു പോകാതെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ മുതലിനോടുള്ള അങ്ങനെ ഉണ്ടല്ലോ. അപ്പോൾ ഇപ്പോൾ പോയി കഴിഞ്ഞാൽ അത് നഷ്ടമാകും എന്ന് കരുതിയിട്ടാണ് ഓല് എന്ത് ചെയ്ത് പോകാതെ. അങ്ങനെ നബിതങ്ങൾ പോയി, നമുക്ക് കുഴപ്പമൊന്നും വന്നില്ല, നമ്മൾ നല്ല റാഹത്തായിട്ട് എല്ലാം കഴിഞ്ഞ് തിരിച്ചു പോന്നപ്പോൾ പിന്നെ ഇവർ തിരിച്ചെത്തിയപ്പോൾ ഇവർക്ക് വിഷമായി. ആർക്ക്? പോകാത്തവർക്ക്, മുനാഫിക്കീങ്ങൾക്കല്ല. ഓൽക്കല്ലെങ്കിലും വെറുതെ വെയിലുണ്ടില്ല എന്നുള്ള റാഹത്തിലെ സന്തോഷത്തിലാണ്. മുഅ്മിനീങ്ങളായ സഹാബിമാരുണ്ടല്ലോ, യഥാർത്ഥ വിശ്വാസികൾ, മുനാഫിക്കുകളല്ലാത്ത കഅബ് റളിയല്ലാഹു അടക്കം ഓൽക്ക് ഭയങ്കര വിഷമായി. കാരണം ഓല് ചിന്തിക്കേണ്ട എന്താ അറിയോ, നമ്മളെടുത്തുനിന്ന് വലിയൊരു തെറ്റ് പറ്റി, നമ്മളെടുത്ത് വലിയൊരു തെറ്റ് പറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ പോയില്ലല്ലോ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അത് ഓൽക്ക് ഭയങ്കര സങ്കടമായി. മാത്രമല്ല, അത് കഅബ് റളിയല്ലാഹു അൻഹു സുഹൈൽ റളിയല്ലാഹു അൻഹു 3 പേർക്കെതിരെ നബി തങ്ങൾ ബഹിഷ്കരണം പ്രഖ്യാപിച്ചു. ബഹിഷ്കരണം. ഓലോട് കണ്ടാൽ മിണ്ടരുത്, സലാം പറയരുത്, ഓലിങ്ങോട്ട് പറഞ്ഞാൽ മടക്കരുത്, ഓല കല്യാണത്തിനോ സൽക്കാരത്തിനോ വിളിക്കരുത്, ഒരു ബന്ധവുമില്ല. ഇന്ന് മാത്രമല്ല, അവരുടെ 3 പേരുടെയും ഭാര്യമാരോട് മാറി താമസിക്കാൻ പറഞ്ഞു. ഒരു അറിയിപ്പ് വരുന്നവരെ നിങ്ങൾക്ക് ഓലോട് ബന്ധം വേണ്ട. ഒരു സഹാബിയുടെ ഭാര്യ മാത്രം നബിയോട് വന്ന്, മൂപ്പര് സുഖമില്ലാത്ത ആളാണ്, ഭക്ഷണം ഞാൻ തന്നെ ഉണ്ടാക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ അയാൾക്ക് ബുദ്ധിമുട്ടാവും എന്നപ്പോൾ അയാൾ കൊടുത്തു. അള്ളാഹുവിന്റെ നിർദ്ദേശമാണ് ഇത്. ഖുർആനിൽ അല്ലാഹു തആല തൗബ സൂറത്തിൽ പറയുന്നതാണ്. അപ്പോൾ ബഹിഷ്കരണമൊന്നും ഇല്ലെങ്കിലും നബിയോട് വെറുതെ ഒഴി പറഞ്ഞ കുറച്ച് ആൾക്കാരുണ്ട്, അതുകൊണ്ടേ ഓൽക്ക് ബേജാറായി. അതിൽ അവരെന്ത് ചെയ്തു അറിയോ? ഓലെല്ലാവരും കൂടി ഒരു തീരുമാനം എടുത്തു, ഒരു കാര്യം ചെയ്യാം, സമ്പത്തിനോടുള്ള ഒരു സ്നേഹം, അതായത് ഈ ഈന്തപ്പന വിളവെടുക്കുന്നൊക്കെ ഒരു ടൈമായിരുന്നു. അപ്പോൾ ഇപ്പോൾ പോയാൽ അതൊക്കെ നഷ്ടമാവും എന്ന് കരുതി, വെറുതെ എന്തിനാ ഒരു പോയിട്ടാണ് കരുതിയ. അതിൽ ഇവരെന്ത് ചെയ്തു അറിയോ? ഇവരെല്ലാവരും കൂടി ഒരു തീരുമാനം എടുത്തു, ഈ മുതലാളെ നമ്മളെ അതിന് പോകാതിരിക്കാൻ കാരണമായത് ഒരു കാര്യം ചെയ്യാം, നമുക്ക് നമ്മളെ എല്ലാ മുതലും നബിതങ്ങളെ എടുത്താണ് കൊണ്ടുപോയി കൊടുക്കാം, ഇത് മുതലുമാണ്. അതുപോലെ മക്കളെ കാര്യം കൂടി ഞാൻ മറന്നിട്ടോ, ചെറിയ, അതാണ് ഇപ്പോൾ വിഷയം. അങ്ങനെ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ ചെറിയ കുട്ടികളെ കാര്യം കൂടി ഓല ആലോചിച്ചില്ല. ഓലെന്ത് ചെയ്തു? മുതൽ വേണ്ട, തീരെ മുതൽ വേണ്ട, ഈമാൻ കൂടി അതാണ്. ഓലെല്ലാവരും കൂടി നബിതങ്ങളുടെ അരികെ വന്നു. എന്നിട്ട് നബിയോട് ഈ കാര്യങ്ങൾ പറഞ്ഞു, നബിയെ, തബൂക്കിലേക്ക് ഞങ്ങൾക്ക് 100 കിലോമീറ്റർ പോകണ്ടേ, അപ്പോൾ ഞങ്ങൾ അന്ന് പോരാതിരിക്കാനുള്ള കാരണം ഇന്ന കാരണങ്ങളാണ്, ഞങ്ങളിൽ തന്നെയാണ് പോയത്. അതുകൊണ്ട് നബിയെ, ഇനി മുതൽ വേണ്ട, ഈ മുതലൊക്കെ നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളിപ്പോൾ എല്ലാവരും പോയിക്കോളിയാണ്. ഒന്നും വാങ്ങിയില്ല, തീരെ വാങ്ങിയില്ല. നബിതങ്ങൾക്കതൊരു സുഖം കിട്ടിയില്ല, ഒക്കെ പാടണം കൊടുന്നു വന്നപ്പോൾ. അപ്പോൾ നബിതങ്ങൾ തൽക്കാലം അവരോട് പറഞ്ഞു, ഇപ്പം നിങ്ങൾ പോയിക്കോളി, ഒന്നും വേണ്ട. അങ്ങനെ ഇവരെന്ത് ചെയ്തു? പിന്നെ മടങ്ങിപ്പോയി. അപ്പോൾ അല്ലാഹു തആല ഒരായത്തിറക്കി. ആ ആയത്ത് ഇതാണ്, തൗബ സൂറത്തിലെ 103-ാമത്തെ ആയത്ത്, 203-ാമത്തെ പേജ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഖുദ് മിൻ അംവാലിഹിം സദഖah തുതഹിറുഹും വതുസക്കീഹിം ബിഹാ വസല്ലി അലൈഹിം ഇന്ന സ്വലാതക സകനുൽ ലഹും വല്ലാഹു സമീഉൻ അലീം. ഖുദ് മിൻ അംവാലിഹിം സദഖah. അല്ലാഹു തആല പറയാം, നിങ്ങൾ നിങ്ങളുടെ ഖുദ് മിൻ അംവാലിഹിം സദഖah, അവരുടെ ധനത്തിൽ നിന്ന് സദഖയെ എന്ത് ചെയ്യുക? പിടിക്കുക. അവരുടെ ധനത്തിൽ നിന്ന് ദാനത്തെ നിങ്ങൾ എന്ത് ചെയ്യുക? പിടിക്കുക. തുതഹിറുഹും, നബിയോട് പറയണം, നബിയെ, അവരുടെ സമ്പത്തിൽ നിന്ന് നിങ്ങൾ ആ ദാനം സ്വീകരിച്ചോളൂ. എന്നിട്ടോ തുതഹിറുഹും വതുസക്കീഹിം, അത് അവരെ ശുദ്ധീകരിക്കും, അവർക്ക് വിശുദ്ധി നൽകും, അവരെ സംശുദ്ധരാക്കും, സംസ്കരിക്കും. വസ്വല്ലി അലൈഹിം, നബിയെ, അങ്ങ് അവരുടെ മേലിൽ പ്രാർത്ഥിക്കുകയും ചെയ്തോളൂ, അങ്ങ് അവരെ മുതൽ വാങ്ങിക്കോളൂ, പ്രാർത്ഥിക്കുകയും ചെയ്തോളൂ. ഇന്ന സ്വലാത്തക സകനുൽ ലഹും, അങ്ങയുടെ പ്രാർത്ഥന അതവർക്ക് സമാധാനം നൽകും. വല്ലാഹു സമീഉൻ അലീം, അല്ലാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാകുന്നു.
അപ്പോൾ ഇതിന് ഈ ആയത്തിന് ഒരുപാട് അർത്ഥം ഉണ്ട് കേട്ടോ. ഒരർത്ഥം എന്താ അറിയോ, ഇതിൽ ബഹുഭൂരിപക്ഷം മുഫസ്സിറുകളും പറയേണ്ടത് ഇവിടെ ഈ സദഖ എന്ന് പറഞ്ഞാൽ സക്കാത്താണെന്നാണ്. സദഖ പറഞ്ഞാൽ സക്കാത്താണ്. സക്കാത്തിന് സദഖ അറിയാൻ കാരണം എന്താ? സിദ്ഖ് എന്ന് വന്നാണ്. സിദ്ഖ് പറഞ്ഞാൽ സത്യസന്ധത എന്നാണ്. ഒരാള് സത്യവാനാണോ അല്ലേ എന്നറിയാനുള്ള ഏറ്റവും നല്ല വഴി അതാ. അയാൾ സക്കാത്ത് കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ടോ ഇല്ല എന്നുള്ള റബ്ബിനെ അറിയുള്ളൂ. അയാൾ കൃത്യമായിട്ട് സക്കാത്ത അളവിന് കൊടുക്കുന്നുണ്ടോ എന്നുള്ളത് അതിനാണ് അങ്ങനെ പ്രയോഗിച്ചത്. ഇപ്പൊ ഇവിടെ നമ്മുടെ വിഷയത്തോട് ബന്ധപ്പെട്ട് എന്താ അറിയോ, അതിന്റെ ഒരു വിശദീകരണം, അതായത് ആ പോയ ആളുകളെ ഇങ്ങോട്ട് തന്നെ വിളിച്ചിട്ട് അവരാ ദാനത്തിൽ നിന്ന് കുറച്ച് സ്വീകരിച്ചോളൂ. നിങ്ങൾ അവരോട് പറഞ്ഞില്ലേ നബി ഒന്നും വേണ്ട നിങ്ങൾ പോയിക്കോളി, അല്ല കുറച്ച് വാങ്ങിക്കോളി, എന്നിട്ട് നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അവിടെ സ്വല്ലി അലൈഹി എന്നാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളൂ എന്ന് എന്താ അറിയോ, എന്തിനാ പ്രാർത്ഥിക്കണ്ടേ? ഒരു ബർക്കത്തിന് വേണ്ടി. അത് നേരെ തഫ്സീറിൽ കാണാം. നമ്മളറിയാം ബർക്കത്തിനാക്കുക ഓരോ സുന്യാള പരിപാടിയാണ്. അതാണ് ശരി. ഖുർആൻ നേരെ പറയാണ്, നിങ്ങൾ അവരവരുടെ ധനത്തിലെ വർധനവിനും അവരുടെ ജീവിതത്തിലെ ബർക്കത്തിനും ഐശ്വര്യത്തിനൊക്കെ നബി നിങ്ങൾ ദുആ. നിങ്ങൾ ആ ദുആ ഓൽക്ക് ഭയങ്കര സമാധാനമായിക്കാരം. നിങ്ങൾ ആ ദുആ അവർക്ക് വലിയ സമാധാനമായിക്കാരം എന്ന് പറഞ്ഞു. അപ്പൊ നബി തങ്ങൾ അവരൊക്കെ തിരിച്ചു വിളിച്ചിട്ട് ഓരോരുത്തരും നേരത്തെ കൊണ്ടുവന്നല്ലോ മുതല്, അതിൻ്റെ ഒക്കെ 1/3 എന്ത് ചെയ്തു വാങ്ങി. അതാണ് നമ്മൾ 1/3. ആ ബാക്കി മുഴുവനും വാങ്ങാതിരുന്ന എന്തുകൊണ്ടാ വെച്ചാൽ അവരിപ്പോൾ അങ്ങനെ ഒരു ആവേശത്തിൽ അങ്ങനെ നമ്മളിപ്പോൾ ചിലപ്പോൾ പിന്നെ ഈ സദസ്സിലൊക്കെ ചിലപ്പോൾ നമ്മൾ വല്ലാതെ ചില കാര്യങ്ങളൊക്കെ പറയുമ്പോഴേ വനിതാ ക്ലാസ്സിലൊക്കെ പറഞ്ഞാൽ പോലെ അപ്പത്തിന് ചെയിനൊക്കെ കൊടുത്തയക്കും. സലാത്താണ് ചെല്ലരുത് എന്ന് പറയണം. കാരണം എന്താ, അതൊരു ആവേശത്തിൽ നിന്ന് തിരയുകയാണ്. പിന്നെ പെരി ഭയങ്കര കച്ചറയുകാരം ഒക്കെ നമ്മൾ കണ്ടറിയണം. ഞാൻ നമ്മളെ ക്ലാസ്സിലൊക്കെ അങ്ങനെ പറഞ്ഞാലും സ്വീകരിക്കലില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ അത് ഓര് ചിലപ്പോൾ ആ വിഷയം കേട്ട് കണ്ട് അതിലാണ്ട് കയറിക്കാണ്ട് വളരെ കൊടുന്നേരം ചെല്ലിക്കൊളി എന്ന് പറഞ്ഞിട്ട് അതിനാണ് ഒരു സ്ഥലത്തൊക്കെ ചെല്ലിയിട്ട് ഈ അതിനെ അനുസരിച്ചേക്കാരം സ്ഥലത്ത് മോതിരത്തിന് ഇത്ര മറ്റീന് ഇത്ര എന്നൊക്കെ പറഞ്ഞാണ്ടേക്കാം. അപ്പം അങ്ങനെ എന്താ അറിയോ, ഓല് ഈ ആവേശമൊക്കെ പെരിയിലെത്തുമ്പോൾ ഉണ്ടാവില്ല. പണ്ട് ഹൻദല റളിയല്ലാഹു അൻഹു പറഞ്ഞല്ലോ, നാഫക്ക ഹൻദലത്തു യാ റസൂലല്ലാഹ്, റസൂലെ ഹൻദല മുനാഫിക്കായിക്കണം കേട്ടോ. അതിൽ സഹാബിമാരൊക്കെ കയ്യച്ച് എന്താ ഇയാൾ ഈ പറയണ്ടേ, ഇയാൾ മുനാഫിക്കായി, നിങ്ങളെന്തായി പറയണ്ടോ? ശ്രദ്ധിക്കുന്നവർ ചൂടായി, നിങ്ങൾ തന്നെ മുനാഫിക്കായി അറിയാം. അപ്പം മൂപ്പര് പറഞ്ഞു, ഞാനങ്ങനെ പറയാൻ കാരണം നബിൻ്റെ ഉപദേശങ്ങൾ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഈമാനായി കാരണം ഇവിടെ നിന്നാണ് പോയാൽ അത്ര തന്നെ കിട്ടണില്ല. അപ്പം അതൊരു കാപ്പട്ടിയല്ലേ. ആ ശ്രദ്ധിക്കുന്നവർ പറഞ്ഞു, ആ എനിക്കുണ്ടാകുക. അപ്പൊ അതായത് ആ ഒരു തീവ്രത അവിടെ നിന്ന് പോയാൽ കിട്ടൂല. അവരങ്ങനെ പറഞ്ഞെങ്കിലും ഇന്നിപ്പോൾ ഈ ആവേശം കയറിയാണ്ട് കൊടുക്കുമ്പോൾ പെരിയെന്ന് എന്തേക്കാരം ഭർത്താവ് പേരും ചീത്തേക്കാരം. കുറച്ച് കഴിഞ്ഞാൽ പെണ്ണിനെ തോന്നും പറയും പോലെ തന്നെ ആളിന് കൊടുക്കേണ്ടി ചെയ്തു, കുറച്ച് കയറി എന്നുള്ളത് തോന്നും. അപ്പം അങ്ങനെയൊക്കെ കൊടുക്കുകയാണെങ്കിൽ തന്നെ ഒക്കെ പെരി പോയിട്ട് നിങ്ങൾ കൂടി ആലോചിച്ചിട്ട് മുഷാവറ ചെയ്തിട്ട് അതാണ് ഈ നമ്മളെ ബദരീയത്തൊരു പരിപാടിക്ക് അങ്ങനെ വളർന്നുണ്ട്, നാശ് തീർച്ചയുണ്ട്. ബദരീയത്തെ പരിപാടിക്ക് അങ്ങനെ ഒരു താത്ത അതിൻ്റെ ഭർത്താവിനെ പറഞ്ഞതാണ്, പുസ്തകം എല്ലാം പ്രസംഗിച്ച് പുസ്തകം സംഭാവന കൊടുക്കണം. അപ്പോൾ ഓള് വന്നാണ്ട് ആ മറൻ്റെ അടുത്ത് വന്ന് ഇന്നെ തോണ്ടിക്കാണ്ട് വെച്ചാണ് ഈ വള കൊടുക്കട്ടെ. അയാൾ വലിയ തമാശക്കാരൻ എന്നോട് പറയാ. അപ്പോൾ അയാൾ പറഞ്ഞ പോലെ ചൂടുത്തോ, അയാൾ അതിൻ്റെ ശൈലിയാണ്, ചൂടുത്തവളെ എന്നാണ് പോലെ. അപ്പോൾ ഈ താത്തന്നെ പോലെ നിങ്ങൾ പെരി എന്ന് ചീത്ത അറിയത്തിട്ടോ, നിങ്ങൾ പെരിയിൽ കച്ചറ ഉണ്ടാക്കരുത് എന്നാണ് അയാൾ തന്നെ എന്നോട് പറഞ്ഞ. ഓൾക്കറിയാൻ ചിലപ്പോൾ എന്തെങ്കിലും പറയും. അപ്പം ഞാൻ പറഞ്ഞ എൻ്റെ വാളല്ല എജ്ജ് കൊടുത്തോറ് പറഞ്ഞിട്ട് പിന്നെ നിലവിളിച്ച് മൂപ്പരിട്ട്. കാരണം ആ താത്ത മരിച്ചതിൻ്റെ ശേഷം എന്നോട് ഇത് പറഞ്ഞു. സുഖങ്ങൾ. അപ്പോൾ പിന്നെ അങ്ങനെ എന്താ, അപ്പോൾ അതൊരു തമാശ രൂപത്തിൽ പറഞ്ഞ എജ്ജ് കൊടുത്തോ, എൻ്റെ അല്ലേ എജ്ജ് കൊടുത്തോ എന്ന് പറഞ്ഞു. അവർ കൊടുത്തും ചെയ്തു. അവർ ഉദ്ദേശിച്ച പോലെ നല്ല റാഹത്തായൊരു മരണം അവർക്ക് ഉണ്ടായും ചെയ്തു. പിന്നെയാണ് എന്നോട് ഈ വിഷയം പറയുന്നത്, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അത്രേ ഉള്ളൂ. രണ്ടാളും യോജിച്ച് എല്ലാവരും പറഞ്ഞ് കൂടി ആലോചിച്ചിട്ടാണെങ്കിൽ അതൊക്കെ അവിടെ കടന്നോളും. അതൊക്കെ തന്നെ ബാലൻസ് ആയിട്ട് നമുക്ക് അങ്ങനത്തെ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ അതാണ്ട് വിറ്റ് അന്ന് ഓരിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ടാണ് പോകും. എന്തായിരുന്നാലും ആരെയും പ്രയാസപ്പെടുത്തുന്ന ഒരു സിസ്റ്റം ഇല്ല എന്നാണ്. അതാണ് തൗബ സൂറത്തിലെ ഈ ആയത്തിലൂടെ അള്ളാഹു താല പഠിപ്പിക്കുന്നതും അതാണ്. അതിന് വേറെയും കുറേ വ്യാഖ്യാനങ്ങളുണ്ട് കേട്ടോ. ഹൻദല അല്ല ഹൻദലല്ല റളിയല്ലാഹു അൻഹു ആണ്. പിന്നെ വേറെ ആളുണ്ടല്ലോ സഅലബ, മൂപ്പരുകാരനാണ് അത് ഇറങ്ങിയതെന്ന് അഭിപ്രായം. ഇവരടുത്ത് കുറേ മുതലുണ്ടായിരുന്നു, മൂപ്പര് തീരെ മുതലില്ലാത്ത ആളേനു.
അങ്ങനെയാണ് നബിയോട് എനിക്കൊരു ആടിനെ വാങ്ങി തരുമോ ചോദിച്ചത്. ഒരാടിനെ വാങ്ങിക്കൊടുത്തു. പിന്നെ വേറെ ആടായി. പിന്നെ മൂപ്പര് വലിയ ആട് മുതലാളിയായി. പിന്നെ മൂപ്പര് ഭയങ്കര സമ്പന്നനായി. പിന്നെ സക്കാത്ത് കൊടുക്കാൻ പറഞ്ഞു. 40 ആടിന് ഒരാടുണ്ട്. മൂപ്പര് തയ്യാറായില്ല. അത് പിടിക്കാൻ വേണ്ടി പറഞ്ഞതാണത് എന്നാണ്. അങ്ങനെ ഈ ഇസ്ലാമിക ഭരണത്തിന് കീഴിലാവുമ്പോൾ സക്കാത്തിന്റെ ജോലിക്കാരുണ്ടാവും. ആദ്യമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിനു വേണ്ടി നിശ്ചയിച്ച ഉദ്യോഗസ്ഥന്മാര്, ആ ഉദ്യോഗസ്ഥന്മാരുടെ കബീലയാണ് ഇത് സിദത്ത് എന്നുള്ളത്. അതുകൊണ്ടാണ് ഇന്നാണ് സക്കാത്തിന് സദഖ എന്ന് വന്നത് എന്നുള്ള അഭിപ്രായമുണ്ട്. പക്ഷെ അയാൾ സക്കാത്ത് കൊടുത്തില്ല. അങ്ങനെ അയാൾക്ക് വളരെ മോശം മരണമാണ് ലാസ്റ്റ് സംഭവിച്ചതെന്നുള്ള ചരിത്രത്തിൽ വലിയൊരു പാഠാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലാണ് പിന്നെ അദ്ദേഹം പിന്നെ മരണപ്പെട്ടത്. അങ്ങനെ പലതുണ്ട്. എന്തായിരുന്നാലും അപ്പോൾ നമ്മൾ സമ്പത്ത് എന്ന് പറഞ്ഞാൽ ഒരു മുഖ്യ ഘടകമാണ്. അത് എന്ത് ചെയ്യരുത്, പിന്നെ നമ്മൾ ഇന്നാൾ പറഞ്ഞല്ലോ, അത് അനാവശ്യമായിട്ട് ചെലവാക്കാനോ മറ്റോ പാടില്ല. അതാണ് ഇവിടെ എന്ത് ചെയ്തത്, യതീമുകൾക്ക് അവകാശപ്പെട്ടത് ഒരിക്കലും എന്ത് ചെയ്യരുത്, നമ്മൾ എടുക്കാൻ പാടില്ല. ആ സന്ദേശമാണ് അല്ലാഹു തആല. അതാണ് അവിടെ പറയുന്നത്. അപ്പോൾ എന്നാൽ ഈ മരണം ആസന്നമായ രോഗിൻ്റെ അടുത്ത് നിന്ന് എല്ലാം കൂടി തട്ടിപ്പറിക്കല്ല, എന്നാൽ അയാളോട് നല്ല വാക്ക് പറയാന്ന് പറഞ്ഞാൽ അതിലൊന്നതാണ് എന്ത്, പിന്നെ നിങ്ങൾക്ക് നാളെ പരലോകത്തേക്ക് ഉപകരിക്കത്തൊക്കെയാണ്, അപ്പോൾ ആണെങ്കിൽ കുറച്ചെന്തെങ്കിലും ദാനം ചെയ്തളി എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ ആ 3-ൽ 1 അധികരിക്കാത്ത രൂപത്തിൽ വേണമെങ്കിൽ എന്ത് ചെയ്യുക, അതിന് പ്രോത്സാഹിപ്പിക്കുക. അതാണ് അതിൻ്റെ ഉദ്ദേശം. അല്ലെങ്കിലോ വൽയഖൂലു ഖൗലൻ സദീദ, അവരോട് നല്ല വാക്ക് പറയണം എന്ന് പറഞ്ഞാൽ അത് ആരോടാ? രണ്ടാമത്തെ അഭിപ്രായം അതാ യതീം കുട്ടികളോടാണെന്നാണ്. അപ്പോൾ യതീം കുട്ടികളോട് നല്ല വാക്ക് പറയാന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശം എന്താ? അതിന് മുഫസ്സിറുകൾ അതിൻ്റെ മാറ്റർ തന്നെ പറയുന്നുണ്ട്. യതീമായ കുട്ടികളോട് നമ്മൾ പറയേണ്ടത് എന്താ വെച്ചാൽ, ലാ തഖാഫു വലാ തഹ്സനു ഫനഹ്നു മിസ്ലു ആബായിക്കും, പേടിക്കണ്ട കേട്ടോ, ഒരു പ്രയാസവും വേണ്ട, നമ്മൾ നിങ്ങൾക്ക് നിങ്ങളെപ്പാരെ പോലെ തന്നെ നിങ്ങളൊപ്പം ഉണ്ടാവും. ഇതാണ് പറയണത്. അത് അങ്ങനെ തന്നെ പറയണമെന്നല്ല. ഏതാണോ എന്താണോ നമ്മൾ പറയേണ്ടത് അത് പിന്നെ ആ പറയേണ്ട രീതിയിൽ എന്ത് ചെയ്യുക, അവർക്ക് അവരെ സമാശ്വസിപ്പിക്കുക, അവരെ കൂടെ നമ്മളുണ്ട് എന്നുള്ള ധൈര്യം അവർക്ക് നൽകുക. അത്തരത്തിലുള്ള കുട്ടികൾ പറഞ്ഞാൽ വല്ലാതെ വെല്ലങ്ങടിച്ച്. ഇപ്പോൾ ഇന്നലെ അങ്ങനത്തെ ഒരു യതീമായൊരു കുട്ടീൻ്റെ അടുത്ത് പോയി നമ്മൾ. അപ്പോൾ നമ്മൾ ഉദ്ദേശം എന്താ വെച്ചാൽ, പിന്നെ നമ്മൾ ഈ പഠിക്കുന്ന കുട്ടികളൊക്കെ, ഞാൻ എൻ്റെ മഹലിൽ ഇന്നലെ നടന്നൊരു സംഭവം പറയാം. അപ്പോൾ നമ്മൾ നാട്ടിലത്തെ ഖുർആൻ ക്ലാസ്സിൻ്റെ കീഴിൽ അതിന് വർക്ക് ചെയ്യേണ്ട ഒരുപാട് കുട്ടികളുണ്ട്, അതിൽ പഠിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. ഒരു ക്ലാസ് നടക്കുമ്പോൾ കസേരടാനും എല്ലാ കാര്യത്തിനും ഒരു സജീവീകരണം. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളൊക്കെ നമ്മൾ പ്രത്യേകം ഒന്ന് പരിഗണിക്കലുണ്ട്. പരിഗണിക്കുക പറഞ്ഞാൽ എല്ലാ വർഷവും ആ ജൂൺ മാസത്തിൽ സ്കൂൾ തുറക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് ഒരാഴ്ച 2 ആഴ്ച മുമ്പ് നമ്മൾ ഓലക്കൊന്ന് വിളിച്ചു കൂട്ടിയിട്ട്, പിന്നെ അവർക്ക് മാത്രം വേറെ ആരെയൊക്കെ എടുക്കാതെ അവരെ മാത്രം എടുത്തിട്ട് അവിടേക്ക്, അതിൽ +1 +2 10ാം ക്ലാസ്സൊക്കെ ഉള്ള കുട്ടികളാണ്. അപ്പോൾ അവർക്ക് ഇനിയിപ്പോൾ ഇൻഷാ അല്ലാഹ് കുറേ ചിലവുകളൊക്കെ ഉണ്ടാവില്ല, പുസ്തകം അതും ഇതൊക്കെ. അപ്പോൾ അതിലേക്ക് നമ്മൾ എല്ലാവർക്കും ഓരോ സംഖ്യ കൊടുക്കും. ചെറുതൊന്നുമല്ല, അത്യാവശ്യം. അപ്പോൾ മാതാപിതാക്കൾക്കും കുട്ടികളെ നമ്മളെ ഒപ്പം പ്രവർത്തിക്കാൻ വിടാൻ വലിയ താല്പര്യം. പെരേക്ക് വിളിക്കല, എല്ലാവരും വിളിച്ചിട്ട് എല്ലാവരും ഇരുത്തിയൊരു മണിക്കൂർ ക്ലാസ്സൊക്കെ കൊടുത്തതിൻ്റെ ശേഷമാണ് ഇത് കൊടുക്കൽ. അപ്പോൾ ഇങ്ങനെ ഇപ്പം അടുത്ത് വാപ്പ മരിച്ചൊരു കുട്ടി, അതിലൊന്നും പെടാത്തൊരു കുട്ടിയുണ്ട്. അപ്പോൾ നമ്മൾ ആ കുട്ടീനെയും കൂടി അയക്ക് വിളിച്ചു. എന്തിനാച്ചാൽ എന്നാൽ അത് കൊടുത്തിട്ട്, അപ്പോൾ ആ കുട്ടി കുറച്ച് വെല്ലങ്ങടിച്ചെടുക്കേണ്ട കുട്ടിയാണെന്നറിയാം, എല്ലാവരും പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ ആ കുട്ടി നേരെ പോയി ആ വീട്ടിൽ, വേറൊരു സഹോദരനും കൂടി ഒപ്പുണ്ട്. അപ്പോൾ ആ കുട്ടീൻ്റെ മുടിയൊക്കെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ആള് ഭയങ്കര അങ്ങനെ തന്നെയാണെന്നുള്ളത്. അപ്പോൾ ഒരു ബറുമുടൊക്കെ ഇട്ടിട്ട് വന്നു എൻ്റെ അടുത്തേക്ക്, സാറായിരുന്നു വന്നു. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാമല്ലോ, പക്ഷെ നമ്മൾ തള്ളാൻ പാടില്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തൊക്കെ മോനെ വർത്താനം എന്നൊക്കെ ചോദിച്ചിട്ട് വിഷയങ്ങളൊക്കെ പറഞ്ഞാണ്ട്, അപ്പം എന്നാൽ ഒന്ന് വരണം, ഇന്ന സമയത്ത് വീട്ടിലേക്കൊന്ന് വരുവേണ്ടി എന്നൊക്കെ പറഞ്ഞു. വിഷയം എന്താ എന്ന് ചോദിച്ചെന്നോട്. വിഷയം ഇത് പറഞ്ഞില്ല, അണി വേഗം വരും, കാരണം അങ്ങോട്ട് വലിച്ചാളാവുമ്പോൾ അങ്ങനെയുള്ള അത് പറഞ്ഞില്ല. അത് പറഞ്ഞു ഞാൻ ഒന്ന് മട്ടെടുക്കാൻ വേണ്ടിയിട്ട്. വിഷയം എന്താ എന്ന് ചോദിച്ചെന്നോട്. അപ്പോൾ വിഷയം പിന്നെ നിങ്ങളെപ്പോലത്തെ കുട്ടികൾക്ക് ചെറിയൊരു ഉപദേശമൊക്കെ തന്നിട്ടേ തരാൻ വേണ്ടിയിട്ട് അതിനാണ് പറഞ്ഞത്. അപ്പോൾ വന്നില്ല. വീട്ടിലുള്ളവർക്ക് സ്ഥിരമായിട്ട് എന്താണ്, ഞാൻ ആ കുട്ടീനെ കൂടി എനിക്ക് കൂട്ടത്തിൽ വിളിച്ചതാണ്. അപ്പോൾ അത് ഉപദേശം കേൾക്കാനൊന്നും ഇപ്പം അങ്ങനെ വരാനാവില്ല. നേരെ മറിച്ച് മനങ്ങളെ പഠനത്തിൽ കുറച്ച് കാശൊക്കെ തരാനാണ്. ഓക്കെ, വേഗം വരും. അറിയാവുന്നില്ല, കുട്ടികളെ നമ്മൾ കരുതി കൊടുത്തൊന്നല്ല. ഇപ്പോൾ
പറ്റ ചെറിയ കുട്ടികളാണെങ്കിൽ പിന്നെ അവർക്ക് കഥയില്ല. അപ്പം എൻ്റെ അനിയൻ്റെ ഒരു കുട്ടിയുണ്ട്, ചെറിയ കുട്ടിയാണ്. അപ്പോൾ ഇന്നലെ ഒരാൾ എൻ്റെ അടുത്ത് ഒരു കാര്യത്തിന് വേണ്ടി മോട്ടോർ സൈക്കിളിൽ മുറ്റത്തേക്ക് ഇങ്ങനെ കയറി വന്നതാണ്. അപ്പോൾ ഇവർ സൈക്കിൾ ഓടിക്കുകയാണ് അവിടെ. അപ്പോൾ 1ാം ക്ലാസ്സിലാണ്. അപ്പോൾ ഈ എൻ്റെ അടുത്തേക്ക് വന്ന ഗസ്റ്റ് ഇങ്ങനെ കയറി വരുമ്പോൾ ഇവനെ അയാളോട് പറയാണ്, എൻ്റെ അഞ്ചൻ്റെ കുട്ടി 1ാം ക്ലാസ്സിലാണ്, ഒന്ന് ഓണടിച്ച് വായിക്കുന്നു. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഇയാൾ എന്നോട് പറയും, എവിടുന്ന കുട്ടികൾക്ക് കിട്ടുന്നത്? ഞാൻ ഒന്ന് മദ്രസയിലൊക്കെ ഓരോ കമ്പനി കൂടെ ഒന്ന് ഓണടിച്ചുകൂടെ വായിന്ന്. ഇത്രയുള്ളേ നിങ്ങളോട് പറയുകയാണെങ്കിൽ നമ്മൾ ടെൻഷനൊക്കെ പോവും ഞങ്ങളിത് കേട്ടാൽ. ഞാൻ പിന്നെ വിളിച്ചാണ് അയാൾ പോയതിന് ശേഷം മുത്താപ്പാനൊട്ടിക്ക് എവിടുന്ന് ഇത് കിട്ടിയ ഭായിയൊക്കെ ഒന്ന് ചോദിച്ചു. ദർശനം തെറ്റിയാണ് കുട്ടികളിങ്ങനെ സംസാരിക്കുമ്പോഴേ. അതാണ് ലോകം. ഒരിടത്ത് നമ്മൾ കേൾക്കാത്ത പല കോളുകളും ഉണ്ടാവും. ഓൾക്ക് ആരോട് എന്തൊക്കെ പറയാമെന്നുണ്ടാവില്ല. അത് നമ്മളങ്ങനെ ആ രൂപത്തിൽ കണ്ടാൽ മതി. പക്ഷെ കുറച്ചൊക്കെ ഒരു പക്വതൊക്കെ എത്തിയ കുട്ടികൾ വരെ നിലപാടിങ്ങനെ. അപ്പോൾ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, എത്തിയും കുട്ടികളായ ആളുകൾ പ്രത്യേകിച്ച് ഓൾക്ക് ചോദിക്കാനും പറയാനും ആളില്ലെങ്കിൽ ചിലർക്ക് വല്ലാതെ വഴിവഴിച്ചു. പടച്ച റബ്ബ് ഹിദായത്ത് കൊടുക്കട്ടെ. ആമീൻ. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളെ കൊണ്ട് കഴിയുന്ന രൂപത്തിലൊക്കെ നമ്മൾ എന്ത് ചെയ്യാം, മാറ്റം ഉണ്ടാക്കാൻ ശ്രമിക്കാം. അപ്പോൾ അവരോട് നല്ല വാക്ക് പറയട്ടെ. പൊതുവെ ഇപ്പം നമുക്കറിയാം, ഇതിപ്പോൾ ഈ ഒരു വിഷയത്തിൽ മാത്രം ഇറങ്ങിയതാണെങ്കിലും നമ്മൾ എല്ലാ നിലക്കും അവരോടൊക്കെ നല്ല വാക്കുകളും നല്ല വർത്തമാനങ്ങളും തന്നെയാണ് എന്തുണ്ട് പറയേണ്ടത്. ഇനി നോക്കൂ, ഒരൊറ്റായത്ത് ഇന്നല്ലദീന യഅ്കുലൂന അംവാലൽ യതാമാ ദുൽമാ ഇന്നമാ യഅ്കുലൂന ഫീ ബുതൂനിഹിം നാറാ വസയസ്ലൗന സഈറാ. ഇന്നല്ലദീന ഒരു കൂട്ടർ യഅ്കുലൂന അംവാലൽ യതാമാ യതീമുകളുടെ മുതലിനെ തിന്നുന്ന ആളുകൾ, ളുൽമാ അക്രമപരമായിട്ട്, ഇന്നമാ യഅ്കുലൂന ഫീ ബുതൂനിഹിം നാറാ അവരുടെ ഉദരങ്ങളിൽ നിറക്കുന്നത് സത്യത്തിൽ അഗ്നിയാകുന്നു. വസയസ്ലൗന സഈറാ അവർ കത്തിജ്വലിക്കുന്ന നരകത്തിൽ വഴിയെ പ്രവേശിക്കുകയും ചെയ്യുന്നതാണ്. ആയത്തിന്റെ ഒരു ഗൗരവം നോക്കൂ. ഇന്നല്ലദീന യഅ്കുലൂന അംവാലൽ യതാമാ ദുൽമാ. അവിടെ ദുൽമ എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ പറയാൻ കാരണം എന്താ അറിയോ? നമ്മൾ നേരത്തെ പറഞ്ഞു, യതീമായ കുട്ടികളെ അവരുടെ സംരക്ഷണം ഏറ്റെടുക്കുന്ന ആളുകൾ പരമദരിദ്രരാണെങ്കിൽ ആ ഇവരുടെ ജീവൻ നിലനിർത്താൻ ആവശ്യമായത് എന്ത് ചെയ്യുക? ഇത് തിന്ന. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, യതീമുടെ സംരക്ഷണം നമ്മൾ ഏറ്റെടുത്താണ്, അവർ നമ്മൾ കൂടെ കൂട്ടിയതാണ്. നമ്മൾ സാമ്പത്തികമായിട്ട് ഒന്നുമില്ലാത്ത അവസ്ഥയാണ്. അപ്പോൾ അവർക്ക് ലഭിക്കുന്നതിൽ നിന്ന് നമുക്കും ആവശ്യത്തിനുള്ള എന്ത് ചെയ്യാം, എടുക്കാം. അത് കഴിഞ്ഞ ക്ലാസ്സിൽ നേരെ പറഞ്ഞു. എന്നാൽ അതേ സമയത്തോ നമ്മൾ സാമ്പത്തികമായിട്ട് ഉള്ളവരാണെങ്കിലോ മാന്യത കാണിക്കണം. അതിന് ഉദാഹരണം പറഞ്ഞു. കുടുങ്ങിയ സമയത്ത് നമുക്ക് പിന്നെ ശവവും അതുപോലെ തന്നെ പന്നിമാംസം പറ്റും. കുടുങ്ങിയ നേരത്തെ നല്ല ഫുഡ് ഉണ്ടെങ്കിലോ അത് നമ്മൾ പറ്റൂല, ഉപയോഗിക്കാൻ പറ്റൂല. എന്ന പോലെ തന്നെ നമുക്ക് സാമ്പത്തിക ശേഷി നൽകിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ യതീമകളത് ഇങ്ങോട്ട് പറ്റാതെ നമ്മളത് അങ്ങോട്ട് കൊടുക്കാൻ നോക്കണം. അല്ല വേറെ ഒരു വഴിയില്ലെങ്കിലോ അപ്പോൾ അത് വേണ്ടി വരും. ഇതെന്താ ഇങ്ങനെ പറയാൻ കാരണം എന്നറിയോ? സ്വഹാബത്ത് ഈ കാര്യത്തിൽ ഓൽക്കൊരായത്തിന് ഇറങ്ങി ഒരു വല്ലാതെ ശ്രദ്ധിക്കും. ഇപ്പോൾ പിന്നെ അന്യ ആണും പെണ്ണും പരസ്പരം കാണാൻ പാടില്ല എന്നുള്ള ആയത്തിന് ഇറങ്ങിയപ്പോഴേ ഇവർക്ക് ഭയങ്കര ആശങ്കയായി. അപ്പോൾ പിന്നെ ഇപ്പാൻ്റെ പെങ്ങളെ കാണാൻ പറ്റുമോ, ഇമ്മാൻ്റെ ജ്യേഷ്ഠത്തി അനുജത്തിമാരെ കാണാൻ പറ്റുമോ? അങ്ങനെ അവർ എത്രത്തോളം ചിലർ സ്വന്തം മക്കളെ പെൺമക്കളെയും കാണാൻ പറ്റൂല എന്ന് ഇവരെ ചിന്തിച്ചു. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് നൂറിലൊക്കെ അതിൻ്റെ പട്ടിക ഇങ്ങനെയാണ് വിശദീകരിച്ചത്. ഇന്നാളെ കാണാ, ഇന്നാളെ കാണാ, ഇന്നാളെ കാണാ എന്ന് പറഞ്ഞിട്ട് അത് നേരെ വേർതിരിക്കാനുള്ള കാരണം അതാണ്. അവർ അങ്ങനെയൊക്കെ ഒരു ആയത്തിന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഉലായ്മ തന്നെ കൂടും. അവിടെ പിന്നെ വേറെ ഒന്നും ഒരു ചിന്തിക്കൂല. ഇവിടെ ഇപ്പോൾ വേറെ പ്രശ്നം, ആദ്യം യതീമുകളുടെ കാര്യത്തിൽ അതീവ ജാഗ്രത വേണമെന്ന് നേരത്തെ വേറെ ആയത്തിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ യതീമുകളുടെ കാര്യം ഏറ്റെടുക്കാൻ എല്ലാവർക്കും പേടി. എല്ലാവരും പേടിച്ച് മാറിക്കാൻ പറ്റില്ലല്ലോ. അത് നമ്മൾ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യാന്നുള്ള. ഇപ്പോൾ മഹല്ലിൽ ഇപ്പോൾ നമ്മൾ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനമൊക്കെ കൊടുക്കുമ്പോൾ ചിലർ പറയും പറ്റില്ല കേട്ടോ, എനിക്ക് പേടിയാണ്. കാരണം എനിക്ക് റബ്ബിനോട് സമാധാനം പറയേണ്ടി വരും. അത് ഉത്തരവാദിത്തമാണ്, വലിയ ഉത്തരവാദിത്തമാണ്. ആണ് മാക്സിമം നമ്മൾ കഴിയും പോലെ ചെയ്യുക, മാക്സിമം. അല്ലാതെ നമ്മൾ അതൊക്കെ പ്രശ്നമാണ്, എങ്ങനെ ആയാലും പിന്നെ മാക്സിമം ചെയ്യാൻ കഴിയൂല എന്ന് പറഞ്ഞ് മാറുന്ന ഈ സംവിധാനം ആകെ തകിടം മറിയും.
അപ്പം എന്ത് ചെയ്യണം? നമ്മൾ കാര്യങ്ങൾ ഏറ്റെടുക്കണം. ഏറ്റെടുത്തിട്ട് നമ്മളെ കൊണ്ട് കഴിയുന്ന രൂപത്തിലൊക്കെ ഭംഗിയായി നിർവഹിക്കാം. അത്രേ ഉള്ളൂ. ഭംഗിയായിട്ട് നിർവഹിക്കാതെ ആൾക്കാരുടെ അടുത്തു നിന്നൊക്കെ ഒളിയത്തിനായിക്കോട്ടെ പൈസ വാങ്ങിക്കാണ്ട് കന്നിനൊക്കെ ഭയങ്കര വില കൂടുതലാണ്, നാളെ പോകാന്ന പെരുന്നാൾ ഇവിടെ ഒന്നും സാധനം കിട്ടൂല. അവസാനം ആളുകളോട് പറയണത് അള്ളാന്റെ ഖദർ നമുക്ക് മാറ്റാൻ കഴിയൂല. ഒറ്റ പ്രസംഗമില്ല. അതുകൊണ്ട് ആരും പ്രകോപിതരാകരുത് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, മാക്സിമം ചെയ്യണം. എന്നിട്ട് വല്ലതും പറ്റിയാൽ ഇപ്പൊ കന്നാലികളൊക്കെ അറക്കാൻ വേണ്ടി ഒളിയത്തിന് കൊടുന്നാൽ ചിലപ്പോൾ പനി വന്നാൽ മറ്റൊന്ന് ജീവൻ പോയാൽ എന്താ ചെയ്യണോ? അപ്പൊ അതിന്റെ നഷ്ടം എല്ലാവരും കൂടി സഹിക്കേണ്ടി വരും. അപ്പൊ ചില ആൾക്കാർ കത്തിയൊരിൻ്റെ അടുത്ത് ഒരു പൈസ ഇട്ടൂല, നിങ്ങളൊന്ന് വാങ്ങി എന്തിനാണ് വെറുതെ കൂലി കളയുന്നത്? അപ്പൊ സെക്രട്ടറിനെ പറഞ്ഞിട്ടോ പ്രസിഡന്റിനെ പറഞ്ഞിട്ടോ ഒരു കാര്യമില്ലല്ലോ. ഇത് നമ്മളെടുത്തുള്ള ഒരു കാര്യമല്ല. അപ്പോൾ അത് നമ്മൾ ശരിക്കും എന്ത് ചെയ്യേണ്ടതാണ്, ആലോചിക്കേണ്ട കാര്യമാണ്. അപ്പോൾ എന്തായിരുന്നാലും പിന്നെ എല്ലാം വല്ലാതെ മർമ്മം നോക്കി നമുക്കൊന്നും ചെയ്യാൻ കഴിയൂല. അപ്പോൾ അത് നമ്മൾ അതിൻ്റെ ഒരു പരിധിയിൽ നിന്നാൽ മതി. അതാണ് ഇവിടെ ളുൽമ് എന്ന് പ്രത്യേകം പറയാൻ കാരണം. അതാണ് ഇന്നല്ലദീന യൗകുലൂന അംവാലൽ യതാമാ ളുൽമാ, അക്രമപരമായിട്ട് യതീമുകളുടെ മുതലിനെ തിന്നുന്നവർ. അപ്പം നിങ്ങൾ ചിലപ്പോൾ കരുതും അതൊക്കെ ഇപ്പം എങ്ങനെ പറയാം, അങ്ങനെയൊക്കെ ഇപ്പം ആരെങ്കിലും എടുക്കുമോ? എത്രയോ ഉണ്ട്. വാപ്പ മരിച്ചു, മുതൽ ഓരി വെച്ചു, അങ്ങനെ മക്കള് എല്ലാവർക്കും ഓരി വെച്ചു. അതിൽ ഒരു മകൻ പിന്നീട് മരിക്കുകയാണ്. പിന്നെ ഓൻ്റെ ചെറിയ കുട്ടികളാണ്. അപ്പം എന്ത് ചെയ്യാണ്? അറ്റങ്ങൾ ചെറിയ കുട്ടികളല്ലേ എന്നുള്ള നിലക്കിപ്പോൾ അറ്റങ്ങൾക്ക് അതിനെ പറ്റിയൊരു ഐഡിയ ഒന്നും ഇല്ലല്ലോ എന്ന് കരുതിയിട്ട് അതിലൊരു തേക്കുണ്ട്, ഓൽക്കുള്ള വീതത്തിലൊരു തേക്കുണ്ട്. ആ തേക്ക് മുറിച്ചുകാണ്ട് വിറ്റിട്ട് അതിന് കുറച്ച് കാശ് അനിയനാണെങ്കിൽ അനിയൻ, ജ്യേഷ്ഠൻ അവരെ ഭാര്യൻ്റെ അടുത്ത് കൊടുത്തു. ആ തേക്കിൻ്റെ പൈസ ഇട്ടോ അതിൽ നല്ലൊരു സംഖ്യ ഇങ്ങോട്ട് പറ്റി. ഈ മക്കൾക്ക് ഇപ്പോൾ കണ്ടുപിടിക്കാൻ കഴിയുമോ? തേക്കിനൊക്കെ ഇപ്പോൾ വലിയ വിലയാണ്. ഇല്ലില്ല, നിങ്ങൾ ചെറിയ കുട്ടികളല്ലേ, ചെറിയ ചില്ലറ കിട്ടിയാലും ഓലെ സംഗതിയാണോ? ദുൽമല്ലേ? പടച്ചനെ പള്ളിയിലെ അതിന്ന് കുറച്ച് പൈസ തിരിച്ചിട്ടേ വഴി മാറ്റിയാലേ സുബ്ഹാനല്ലാഹ്, അതുകൊണ്ട് അയാൾ വീട്ടിലേക്ക് ഭക്ഷണം കൊടുന്നാല് അതാണ് ഇപ്പം ഈ പള്ളൻ്റെ ഉള്ളിൽ അഗ്നി നടക്കാറുണ്ട്. ഇതൊക്കെ സംഭവിക്കണ്ടല്ലേ? ഈ ചിലർക്കുണ്ട് മുതൽ ഓരിയക്കൂല, അങ്ങോട്ടുള്ള തേങ്ങ ഈ കൊടുത്തുണ്ടാവും, ഒരാൾ മാത്രം കൈവശം വെക്കുക. ഹക്കാണതൊക്കെ. ഇപ്പൊ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തീർക്കാതിരുന്നാൽ അങ്ങനെ കഴിഞ്ഞു പോകും. ഒരു ഉപകാരം ഉണ്ടാവില്ല, നല്ലൊരു മരണവും ഉണ്ടാവില്ല, ആകെ വിഷമിച്ചു പോകുന്ന അവസ്ഥ വരും. ചില്ലറ സംഗതിയല്ല. ഇൻഷാല്ലാഹ് മുതൽ ഒരുക്കുന്ന വിഷയം വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ആ മസാല പറയാം. അതിലൊന്നും തീരെ ജാഗ്രത കാണിക്കാത്ത ആൾക്കാരുണ്ട്. എല്ലാവരും പൊരുത്തപ്പെട്ടു കൊടുത്തോളന്നില്ല. അപ്പൊ അതൊക്കെ വലിയ വിഷമാവും. അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്യരുത്, അവസരം ഉണ്ടാക്കരുത് എന്നാണ്. അപ്പോ പിന്നെ ളുൽമ നിലക്ക് അക്രമപരമായിട്ട് യതീമുകളുടെ മുതൽ തിന്നുന്നവർ അവരവരുടെ വയറുകളില് പിന്നെ തീയനെയാണ് നടക്കുന്നത് എന്നാണ്. ഇപ്പൊ വിശുദ്ധ ഖുർആനില് സൂറത്തില് ഒരായത്തുണ്ട്, വനുഫിഖ ഫിസ്സൂർ ഫതൗതൂന അഫ്വാജാ. അവിടെ വതൗതൂന അഫ്വാജ, ഞങ്ങൾ കൂട്ടം കൂട്ടമായിട്ട് പിന്നെ വരുന്നു പറയുന്നു. ആ ആയത്തിന്റെ പിന്നെ വിശദീകരണത്തിലുള്ള ഒരു സംഗതി ഉണ്ട്. യതീമുകളുടെ മുതൽ പറഞ്ഞത് വനുഫിഖ ഫിസ്സൂർ എന്നുള്ളത് വേറെ ആയത്തിലാട്ടോ. ഇതിൽ വരുന്നത് എങ്ങനെയാണ്? സൂറത്തിൽ വരുന്നത് യൗമ യുൻഫഖു ഫിസ്സൂർ ഫതൗതൂന അഫ്വാജാ. സൂർ എന്ന കാഹളത്തിൽ ഊതുന്ന ദിനം, അന്ന് നിങ്ങൾ കൂട്ടം കൂട്ടമായിട്ട് വരും. മുആദ് റളിയല്ലാഹു അൻഹു ചോദിക്കണം, എങ്ങനെയാണ് ഈ കൂട്ടം കൂട്ടമായിട്ടുള്ള വരവ് എന്ന് പറഞ്ഞു തരുമോ? അത് ചോദിച്ചിട്ട് ഇപ്പൊ ഉത്തരം കിട്ടുന്ന എഴുതി ഇങ്ങനെ കാത്തുകയാണ് മുആദ് റളിയല്ലാഹു അൻഹു. പക്ഷേ റസൂലുള്ളാഹി തങ്ങൾ കരയാൻ തുടങ്ങി. അവസാനം മുആദ് റളിയല്ലാഹു അൻഹു തോന്നി ചോദിക്കേണ്ടില്ലായിരുന്നു, വല്ലാതെ കരയാണ്. അവസാനം വിങ്ങി പൊട്ടിക്കൊണ്ട് നബി തങ്ങൾ പറഞ്ഞത്, സഅൽതനി അൻ അംരിൻ അളീം, മുആദേ താങ്കൾ എന്നോട് ചോദിച്ചത് വളരെ ഗുരുതരമായ ഒരു കാര്യമാണ്. എന്നിട്ട് ആ കൂട്ടം കൂട്ടമായിട്ട് വരുന്ന രീതി ഇങ്ങനെ പറഞ്ഞു. അതൊക്കെ തെറ്റുകൾക്കനുസരിച്ചാണ് വരവ് എന്നാണ്. എല്ലാവരും ഒരുപോലെയല്ല. മഅ്ശറീക്ക് എല്ലാവരും അവനാന്റെ ഹിതം പോലെ ഒക്കെ അവനാന്റെ ആൾക്കാരൊക്കെ ഒപ്പം വരിക, അവിടെ ചെന്നിക്കുക, അതൊന്നുമല്ല. അത് കൂട്ടം കോടാനക്കോടി മനുഷ്യന്മാര് ഓരോ ടീമായിട്ട് വരികയാണ്. അത് തെറ്റുകൾക്കനുസരിച്ചാണ്. അതിൽ ഒരു കൂട്ടരെ പറ്റി പറഞ്ഞാൽ എന്താ അറിയാം, ഭയങ്കര ദുർഗന്ധം.
ഭയങ്കര ദുർഗന്ധത്തോടു കൂടെ വരും. അതാരാ? ഹറാമ് തിന്നോലാണ്. ഹറാമ് തിന്നോലാണത്. ഹറാമായത് പള്ളൻ്റെ ഉള്ളിലാക്കി നല്ലതുണ്ടായിട്ട് ഹറാമ് തിന്നു, അത് ഭയങ്കര ദുർഗന്ധം. പലരും ഉണ്ട് കേട്ടോ, നാവ് ചവച്ചരച്ചൊരു കൂട്ടർ വരും. ഇപ്പോൾ പണ്ഡിതന്മാരാണ്, അതായത് പറയുന്നതിന് എതിരെ ചെയ്യുന്ന പണ്ഡിതന്മാർ. അലിമീൻ പറയുന്നതൊന്ന്, അവരുടെ പ്രവർത്തനം വേറൊന്ന്. അങ്ങനെയാണെങ്കിൽ അവർ നാളെ വരുമ്പോൾ നമ്മൾ ഈ ചൊയിങ്കൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ചവച്ച് വരുമല്ലോ, ഇതേപോലെ അവനാൻ്റെ നാവ് ചവക്കുണ്ട്. നാവൊക്കെ എന്നാൽ നമ്മൾ അറിയാതെ ഒന്ന് കടിച്ചാൽ തന്നെ ഇതിൻ്റെ പ്രയാസം എത്രയാണ്. നാവ് നീട്ടി കുട്ടികളെ ഓടാൻ സമ്മതിക്കരുതല്ലോ. അഥവാ തട്ടിത്തിറഞ്ഞ് വീടൊക്കെ ചെയ്താൽ പല്ലും വന്നതാണെങ്കിൽ ഭയങ്കര അപകടമാണ്, ചികിത്സിക്കാനും ബുദ്ധിമുട്ടുള്ളൊരു ഏരിയയാണ്. ഈ നാവ് നമ്മൾ തന്നെ ചവച്ചരക്കുക, അത് തീരൂല, തീർന്നിട്ടൂല. അത് പറയുന്നതിനെതിരെ പ്രവർത്തിക്കുന്ന ആലിമീങ്ങളാണ്. അതല്ലാതെ ആരും പറയലില്ല. ഇൽമിന്റെ മാത്രമൊക്കെ എല്ലാവരും പറയും, ആലിമിന് ശുപാർശക്ക് അധികാരമുണ്ടെന്നൊക്കെ പറയും. അതൊന്നുമുള്ള എല്ലാ ആലിമീങ്ങൾക്കൊന്നും അവസരം കിട്ടൂല. അതൊക്കെ ഉഹ്റവിയായ പണ്ഡിതന്മാർ, അതിനൊക്കെ ഭയങ്കര പണിയുണ്ട്, ഒത്തിരി പണിയുണ്ട്. ഇൽമ സമ്പാദിക്കലും മറ്റും ഓൽക്ക് അമൽ കുറഞ്ഞാൽ കുഴപ്പമില്ല. കാരണം അമലിൻ്റെ ടൈമും കൂടി ഒരു പഠനത്തിന് ഉപയോഗിക്കുന്നതുകൊണ്ട് അത് വലിയ മഹത്വമാണ്. ആബിദും ആലിമും അങ്ങനെ വ്യത്യാസമുണ്ട്. സദാ ഇബാദത്ത് ചെയ്യുക ഒരാൾ, സദാ ഇൽമിൽ മുഴുകലാണ് കൂടുതൽ പുണ്യം. കാരണം അതുകൊണ്ട് ഇവിടെ ദീനം നിലനിൽക്കാൻ അത് അത്യന്താപേക്ഷിതമാണ്. പക്ഷേ അതിന് എതിരായ ഒന്ന് അവൻ്റെ അടുത്ത് നിന്ന് വരാൻ പാടില്ല. അതിനെതിരായ ഒന്ന് വരാൻ പാടില്ല, ഒരിക്കലും വരാൻ പാടില്ല. ആളുകളോട് സുബഹി നേരത്തെ നിസ്കരിക്കണം എന്ന് പറഞ്ഞാണ്ട് സുബഹി നിസ്കരിക്കാൻ ഒരാൾ കടന്നു തുടങ്ങി പോയില്ലേ, നാവ് കടിച്ചേയുള്ളൂ, ചവക്കേയുള്ളൂ. അതാണ് മദ്യപാനികളുടെ വരവ് പറഞ്ഞിട്ടുണ്ട്. മദ്യപാനികളുടെ വരവ് കീഴ്ച്ചുണ്ട് നെഞ്ചിലേക്കും നാവ് കാലിൻ്റെ മുട്ടിലേക്കും തൂങ്ങി നിന്ന് പല്ല് അത് ആനയുടെ ഒക്കെ കൊമ്പ് പോലെ പുറത്തേക്ക് തള്ളി വരുന്നതാണ്. പല്ല് സാധാരണയിൽ നിന്നൊരു പരിധി വിട്ട് തള്ളിയാൽ തന്നെ നമുക്ക് ഇടങ്ങാറാണ്. അതുകൊണ്ട് തന്നെ ചികിത്സ ഉണ്ടെന്ന് പല്ലുമ തൊട്ട 10,000-ങ്ങളാണ്. എന്നാൽ ഈ കൊമ്പ് പോലെ പല്ല് പുറത്തേക്ക് വന്ന അവസ്ഥ ആലോചിച്ചോ, മദ്യപാനിക്കുള്ളതാണ്. അങ്ങനെ ഓരോരുത്തർക്കും ഉണ്ട്. അയൽവാസികളെ ദ്രോഹിച്ചവർ വല്ലാത്തൊരു ഇടങ്ങേറിൽ അവിടെ വരും. അയൽവാസികളെ ദ്രോഹിച്ച ആളുകൾ നിസ്കാരം ഒഴിവാക്കിയാൽ ഓരോ ടീമായിട്ട് വരുന്ന. ഇനി അവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ വേറെ എടുത്ത് കൊടുക്കുന്നത് ഈ ഹറാമായത് വയറ്റിൻ്റെ ഉള്ളിലേക്കാക്കി ഓലെ പള്ളങ്ങട്ട് ജബൽ പർവ്വതം പോലെ അങ്ങോട്ട് താങ്ങി കാലിന് വാലടിച്ചിട്ടില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എന്ത് ചോദ്യം, അന വകാസിലുൽ യതീമി ഫിൽ ജന്നതി ഹകദാ, അങ്ങനെയാണ് അത് അടുത്തായിരിക്കുന്നതാണ്. അപ്പോൾ യതീമിൻ്റെ മുതൽ അന്യായമായി ഒരാൾ അക്രമപരമായി എടുത്തു കഴിഞ്ഞാൽ അവരവരുടെ അങ്ങനത്തെ ആളുകൾ വയറുകളിൽ നിറക്കുന്നത് അഗ്നിയാണെന്ന് ഓർക്കണം. വസയസ്ലൗന സഈറാ, അവർക്ക് പിന്നെ സഈറിൽ അവർ വഴിയെ പ്രവേശിക്കുന്നതാണ്. അതിനിപ്പോൾ ഇത് മാത്രമൊന്നല്ല, നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ. നമ്മളെ കണക്കിനത് അത്ര വലിയൊരു ഗൗരവമുള്ള കാര്യമാവില്ല, പക്ഷേ റബ്ബിൻ്റെ അടുക്ക വലിയ ഗൗരവമുള്ളതാണ്. എന്നാൽ വേഗത്തിൽ പൊറുക്കപ്പെടാനും കാരണമാകുന്നുണ്ട്. അങ്ങനെ പൊറുക്കപ്പെടാൻ അള്ളാഹു നമുക്ക് നൽകുന്ന വലിയൊരവസരമാണ് ഇൻഷാ അല്ലാഹ്. നമുക്ക് പിന്നെ ഈ ദുൽഹിജ്ജ 9 അതും കൂടി പറയാൻ. 2 കൊല്ലം നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകൾ പൊറുക്കപ്പെടാൻ നല്ലൊരു വഴിയാണ് ഏത്? ഒരൊറ്റ നോമ്പ്. അതാണ് അറഫ നോമ്പ്, ദുൽഹിജ്ജ 9-ന്റെ നോമ്പ്. ഈ അറഫ ദിനം എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട കേട്ടോ. അപ്പോൾ ഖുർആനിൽ വൽ ഫജ്ർ സൂറത്ത് നോക്കിങ്ങളാ, ആ സൂറത്തിന്റെ തുടക്കം തന്നെ എങ്ങനെയാണ്? വൽ ഫജ്ർ വലയാലിൻ അശ്ർ വശഫഇ വൽ വത്ർ വല്ലൈലി ഇദാ യസ്ർ ഹൽ ഫീ ദാലിക ഖസമുൽ ലദീ ഹിജ്ർ. ഇതില് ഇവിടെ പിന്നെ ആദ്യം അല്ലാഹു പറയുന്നതാണ് വൽ ഫജ്ർ, പ്രഭാതത്തെ തന്നെയാണ് സത്യം. വലയാലിൻ അശ്ർ, 10 രാത്രികൾ തന്നെ സത്യം. ഈ പ്രഭാതം ഏതാ? വൽ ഫജ്ർ, സുബഹി. അതിപ്പോ ഇന്ന പ്രഭാതം എന്ന് പറഞ്ഞില്ല, അപ്പോ അതൊരു പക്ഷേ ഏതാവും
365 ദിവസം നമ്മളെ സൗരവർഷപ്രകാരം ഏത് പ്രഭാതമാണ്, അല്ലെങ്കിൽ ചാന്ദ്രിക വർഷപ്രകാരം 354 ദിവസത്തിൽ ഏത് പ്രഭാതമാണ്? എന്നാൽ മഹാന്മാരായ മുഫസ്സിറുകൾ പറയേണ്ടത് അത് കൊല്ലത്തിലൊരൊറ്റ പ്രഭാതമാണ് ഉദ്ദേശം. വൽ ഫജ്ർ, അതേതാ? അറഫ. അറഫയുടെ പ്രഭാതമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വലയാലിൻ അശ്ർ, 10 രാത്രികൾ തന്നെയാണ് സത്യം. ആ 10 രാത്രികളെ കൊണ്ട് അപ്പോൾ 10 രാത്രികൾ എന്ന് പറഞ്ഞാൽ എല്ലാ രാത്രിയും വെട്ടില്ലാന്ന് മനസ്സിലായി. പക്ഷെ ആ 10 ഏതാ? ദുൽഹിജ്ജ ആദ്യത്തെ 10, മുഹറം ആദ്യത്തെ 10, റമളാനിലെ അവസാനത്തെ 10. 3 മാസത്തിനും നല്ല ചാൻസാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഫജ്ർ അറഫന്റെ പ്രഭാതമാകുമ്പോൾ അതിനോട് ഏറ്റവും യോജിപ്പ് വലയാലിൻ അശ്ർ, അത് ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10. കാരണം അതിലാണ് കാര്യപ്പെട്ട കാര്യങ്ങളൊക്കെ വരേണ്ടത്. അതാ നാളെ അവിടെ എന്താ പുറപ്പെടുകയാണ്, ഹാജിമാരൊക്കെ റെഡിയായി, നഗരം ഒരുങ്ങി, മക്ക എല്ലാ നിലക്കും ഒരുങ്ങി. ഇനി ഓല് ഇതാ ദുൽഹിജ്ജ 8-ന് ഓല് മിനയിൽ നിന്ന് അതാ അറഫയിലേക്ക് പുറപ്പെടും. 9-ന് അവിടെ ആയി. അറഫയിൽ നിന്ന് പിന്നെ അവർ മുസ്ദലിഫിലേക്ക് വരും. പിന്നെ അത് കഴിഞ്ഞാൽ ഓല് നേരെ മിനയിലേക്ക് വന്നിട്ട് പിന്നെ അവിടുന്ന് ഒരു 7 കല്ലിൽ നേരെ ഒരു ഏറം നടക്കും. അത് കഴിഞ്ഞാൽ നേരെ മക്കത്ത് പോകും. ഇഫാദത്തിന്റെ തവാഫ്, നിർബന്ധ തവാഫ് നിർവഹിക്കും, സഅയ് ചെയ്യും, മുടി വെട്ടും. അത് കഴിഞ്ഞാൽ വീണ്ടും ഓല് മിനയിലേക്ക് വരും, തമ്പുകളിലേക്ക് വന്നു. പിന്നെ ഒരു 3 ദിവസത്തെ രാപ്പറക്കൽ, ഒരു 63 കല്ല് ഓല് ശേഖരിക്കുന്നു. എന്നിട്ട് ജംറകൾ എറിയുന്നു. അതൊക്കെ കഴിഞ്ഞാൽ ഇങ്ങനെയാണ് പറയാൻ എളുപ്പമുണ്ട് കേട്ടോ. ആ കഴിഞ്ഞ സ്ഥലം അർജുന എഴുതും, കുറച്ച് പണിയുണ്ട്. അതിനെല്ലാം നിലക്കും ഒരുങ്ങി നിൽക്കുകയാണ്, എല്ലാം നിലക്കും ഒരുങ്ങിക്കുകയാണ്. നമ്മൾ കരുതും അറഫപ്പോ അവർക്കല്ലേ, നമുക്കെന്താ? അങ്ങനല്ല. അറഫ എല്ലാവർക്കും കൂടിയാണ്. നിൽക്കുന്നത് അവരാണെങ്കിലും അറഫ കൊണ്ടുള്ള നേട്ടം എല്ലാവർക്കും ലൈലത്തുൽ ഖദറിന്റെ അവർക്കാണ്. എന്താ കാരണം? അറഫയുടെ ആ ദിവസത്തിൽ അല്ലാഹു തആല നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നത് പോലെ വേറൊരു ദിനല്ലാന്നാ ഹദീസിലുള്ളത്. അങ്ങനത്തെ ദിവസം വേറെ അല്ലാന്നാ. അറഫ എന്ന് പറഞ്ഞാൽ ചില്ലറ സംഗതിയല്ല. അറഫ എന്ന് അറിഞ്ഞു എന്നർത്ഥം. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇന്ത്യയിൽ ഇറങ്ങി, ഹവ്വ ബീവി ജിദ്ദയിലും ഇറങ്ങിയിട്ട് 2 പേരും കണ്ടുമുട്ടിയ സ്ഥലമായതുകൊണ്ടാണ് അറഫയ്ക്ക് അറഫ എന്ന് പേരിട്ട്. ഇന്നിപ്പോ ഒരു വലിയ അത്ഭുതമാണ്. കാരണം ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ നിന്ന് വന്ന ആളുകൾ, അന്ന് ഖുർആൻ പറഞ്ഞ ആളല്ലേ നേരത്തെ, അല്ലേ? കാൽനടയായിട്ടും മെലിഞ്ഞ വാഹനപ്പുറത്ത് കയറിയിട്ടും ദൂരദിക്കുകളിൽ നിന്നൊക്കെ ആളുകൾ പ്രവാചകരെ അങ്ങയുടെ സവിധത്തിൽ വരും. ഇബ്രാഹിം നബിയോട് പറഞ്ഞതാണ്. ആ വരവാണ്. അന്ന് ഒട്ടകപ്പുറത്തും മറ്റും പായ കപ്പലിലും അതുപോലെ നടന്നിട്ടൊക്കെ ആയിരുന്നു. ഇന്നിപ്പോ അന്തരീക്ഷത്തിലൂടെ പറക്കാനുള്ള സൗകര്യം കൂടി ഉണ്ടായി, വിമാനങ്ങൾ. എന്തായിരുന്നാലും അൽബക്കറയിൽ പറഞ്ഞ മസാബ എന്ന് പറഞ്ഞാൽ നിരന്തരം ആളുകൾ വന്നു പോകുന്ന സ്ഥലം. ബക്ക എന്ന് പറഞ്ഞാലും തന്നെയാണ് ആ പേര് വരാനുള്ള കാരണം അതാ. അപ്പൊ ഇന്ന് ആളുകൾക്കെല്ലാം നിലക്ക് ഒരുങ്ങി. ഇനി ദുൽഹിജ്ജ 9-ന് അവരുടെ അറഫ ദിനം. അതാണ് ഹജ്ജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അതാണ് അറഫ. നമ്മൾ നോമ്പ് നോൽക്കും. ഇനി അവിടെ സംശയം വേണ്ട, അവിടെ അറഫന്റെ അന്ന് ഇവിടെ നോമ്പുണ്ടോ? അവിടെ അറഫന്റെ അന്ന് കറക്റ്റ് നമുക്കൊന്നും നോമ്പ് വെക്കാൻ കഴിയൂല. കാരണം അറഫ നടക്കേണ്ട അവിടുത്തെ സുബഹിയും നമ്മളെ സുബഹിയും വ്യത്യാസമുണ്ട്, അവിടുത്തെ മഗ്‌രിബും നമ്മളെ മഗ്‌രിബും വ്യത്യാസമുണ്ട്. വ്യത്യാസം എന്നാൽ 4 മണിക്കൂറിന്റെ വ്യത്യാസമുണ്ട്. ചിലർക്ക് 6 മണിക്കൂറേക്കാറ്, ചിലർക്ക് 12 മണിക്കൂറിന്റെ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അവിടെ നടക്കുന്ന അതേ സമയം അവരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് നോമ്പ് നോൽക്കുക എന്ന് പറയരുത്. അത് നടക്കൂല. അവനെന്ത് ചെയ്താൽ മതി? അങ്ങനെയല്ല നമ്മളോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ചിലർ വലിയ ശാസ്ത്രം പറയും ചെയ്യും, അതോടുകൂടെ ഇതൊക്കെ ഒന്നാണെന്ന് പറയും. അത് നടക്കില്ല. ഭൂമി ഉരുണ്ടതാവുമ്പോൾ 2 മണി നടക്കൂല. അത് നമ്മളോട് അങ്ങനെ കൽപ്പിക്കപ്പെടുക. അത് നമ്മൾ ഉണ്ടാക്കേണ്ട ഏകീകരണമാണിത്. ഇപ്പോൾ സൂറത്ത് തൗബയിൽ അല്ലാഹു തആല സക്കാത്ത് ആർക്കൊക്കെ കൊടുക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങോട്ട് ഇപ്പം ഇന്ന് ചിലർ സക്കാത്തിന് കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് സംഘടനാ പ്രവർത്തനത്തിന് സക്കാത്തിന്റെ വീതം തിരിക്കാന്ന് പറയുന്നുണ്ട്. നമ്മളിപ്പോൾ നാളെ നമ്മളെ സഹോദരൻ്റെ കിഡ്നി മാറ്റി വെക്കൽ ശസ്ത്രക്രിയക്ക് നിങ്ങളെല്ലാവരും സഹായിച്ചല്ലോ. അപ്പോൾ അതിന് ഒരു ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കിയാണ്ട് അതിൽ 1000-ഓളം ആൾക്കാരുണ്ട്. അപ്പോൾ ഉത്തരവാദപ്പെട്ട ഒരു കാര്യപ്പെട്ട ആൾ ഒരു വോയിസ് ഇട്ടിട്ടുണ്ട്. എന്നോട് നിങ്ങളെ വോയിസ് ഒന്ന് കേൾക്കിയിട്ട് പറഞ്ഞ ഒരാൾ വിളിച്ചു. അപ്പോൾ അതിൽ പറയേണ്ടത് എന്താ വെച്ചാൽ
പലിശ പൈസ വല്ലതും ഉണ്ടെങ്കിൽ ഈ വകുപ്പിക്ക് ഏൽപ്പിക്കണം, അഡ്വാൻസ് സക്കാത്തൊക്കെ ഉണ്ടെങ്കിൽ ഏൽപ്പിക്കിട്ടോ എന്ന് പറഞ്ഞാണ്ട് ഒരു ഉത്തരവാദപ്പെട്ട ആള് വലിയ കാര്യപ്പെട്ട ആളാണ്. പക്ഷെ വിവരം അങ്ങനത്താട്ടെ നമ്മൾ തന്നെ ഒരു വോയിസ് ഇട്ട് ആ വോയിസ് അങ്ങോട്ട് വിട്ട് ഇങ്ങോട്ട് വിട്ട് ആ മുസ്ലിം സഹോദരങ്ങളും ഉണ്ടാകുമ്പോൾ പ്രശ്നമല്ലേ. ഞാനത് കേട്ട ഉടനെ തന്നെ എന്ത് ചെയ്തു, വേറെ ആൾ വിളിച്ചിട്ട് വണ്ടിയായിട്ടും വരിക പറഞ്ഞാൽ അപ്പം തന്നെ പോയി. നമുക്ക് വണ്ടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് വിളിച്ചു, ഇപ്പോൾ പോകാറ്. അത് നേരിട്ട് അത് പറയാനേ പറ്റില്ല. ഞാൻ നേരിട്ട് കണ്ടാണ്ട് അല്ലാണ്ട് അപ്പം തന്നെ പോയി. പിന്നെ നിങ്ങൾ വോയിസ് കേട്ടല്ലോ, രണ്ട് പ്രധാനപ്പെട്ട കാര്യം, ഒന്ന് പലിശൻ്റെ പൈസക്കന്നെ വരട്ടെയാണ്, ഒന്നതാണ്. മറ്റൊന്ന് അഡ്വാൻസ് സക്കാത്തൊക്കെ തന്നോളിയെന്ന. രണ്ടും പ്രശ്നമാണ്. ഒന്ന് നമ്മൾ ഭക്ഷണം പോലെ തന്നെയാണ് ചികിത്സ, അതിക്ക് പലിശ പൈസ ഒന്നും വേണ്ട. പിന്നെ ഞാൻ പറഞ്ഞു, നിങ്ങൾ പേടിക്കണ്ട, 40 ലക്ഷമല്ലേ നമ്മുടെ ടാർഗറ്റ്, അത് ആയില്ല ഞാൻ ഉണ്ടാക്കി തരുമെന്നാണ് ഞാനപ്പോൾ ഈ തെറ്റിദ്ധാടിയും വേണമല്ലോ, അതിനെ പറ്റി പേടിച്ചിട്ടുണ്ടോ, എങ്ങനെയും പൈസ വരട്ടെന്ന് കരുതരുത്. അതൊക്കെ ഇതിനൊക്കെ ഒരു സുതാര്യത ഉണ്ടായ ആൾക്കാർ തരും. ഞാൻ പറഞ്ഞു ഒന്ന്. രണ്ടാമത്തത് ഈ അഡ്വാൻസ് സക്കാത്ത് വരട്ടെ. സക്കാത്തൊന്നും ദീക്ക് വാങ്ങിയാൽ നിങ്ങൾ ഒരു ടീം ഒരു കമ്മിറ്റി ഉണ്ടായിക്കാണ്ട് സക്കാത്ത് വരട്ടെന്നെ ഓരോ സക്കാത്ത് കൂടൂല. ഇതൊക്കെ റബ്ബിനോട് സമാധാനം പറയേണ്ടി വരും. സക്കാത്ത് അങ്ങനെ കൊടുക്കാൻ പറ്റൂല. അപ്പം എന്നോട് വന്ന് നന്ദി ഉണ്ട് കേട്ടോ പൈസയായിരുന്നു എൻ്റെ അല്ല, നിങ്ങൾ ഗ്രൂപ്പിൽ പറയാതെ എന്നോട് നേരിട്ട് പറഞ്ഞുകൊണ്ട് അല്ല, അതുകൊണ്ട് തന്നെ നേരിട്ട് വന്ന് നമ്മൾ വഷളാക്കാൻ പാടില്ലല്ലോ. അതോട് അത് ക്യാൻസലാക്കി. നമ്മൾ ചെയ്യുമ്പോൾ അതിനനുസരിച്ച് ചെയ്യണ്ടേ. സംഘടനാ പ്രവർത്തനങ്ങൾക്ക് സക്കാത്ത് തിരിക്കാൻ നമ്മൾ ശാസ്ത്രീയത ഉണ്ടാക്കുകയാണ്. സക്കാത്ത് ആർക്കാ കൊടുക്കേണ്ടത് ഖുർആൻ എണ്ണി പറയുന്നുണ്ട്. അതിൽ ചില ആൾക്കാരൊന്നും കിട്ടൂല, ഓരോ ഒഴിവാക്കി വാക്കുകളിൽ കൊടുത്താൽ മതി. ഇപ്പം ഈ പറയപ്പെട്ടവർ കൊടുക്കുക, അത് ഒരാളെ ഏൽപ്പിക്കണം, വക്കാലത്തായിട്ട് ഒരാളെടുത്ത് ഏൽപ്പിക്കണം, അയാളത് ഏൽക്കണം, അയാൾ അത് ഓരെ ഏൽപ്പിക്കണം. എന്നിട്ടോ ഓൽക്ക് പിന്നെ ഇവരേൽപ്പിക്കാം, ചികിത്സൻ്റെ അതുപോലെ ഇഷ്ടമല്ലേ, വലുതായല്ലോ. അതല്ലാതെ നമ്മളോട് തോന്നുകയാണ് നമുക്ക്. അത് അങ്ങനെയാണ് ചില ആൾക്കാരൊക്കെ ലോകത്ത്. ഇപ്പം ഇന്നാളെ ഒരാൾ പ്രസംഗിച്ചു, ലോകത്തെല്ലായിടത്തും ഒരേ ദിവസം നോമ്പ് പെരുന്നാളാകണം. ഒരു കഥയില്ല, പെരും ശാസ്ത്രം പറയുമല്ലോ. അപ്പോൾ ഭൂമി ഉരുണ്ടതാകുമ്പോൾ നടക്കൂല. അപ്പോൾ ഞാൻ എന്തിനാ പറയേണ്ട അറിയോ, വ്യാഴാഴ്ച പെരുന്നാളാണ്, വ്യാഴാഴ്ച നമുക്ക് പെരുന്നാളാകുമ്പോൾ നമ്മളെ പിന്നെ അറഫൻ്റെ നോമ്പ് വരിക 9 നോമ്പ് നോൽക്കണ്ട്, അത് ബുധനാഴ്ച നമ്മൾ നോൽക്കണ്ട. ഞാൻ കൺഫ്യൂഷനാണ്ട, ഇതൊന്നും നമ്മൾ കുറ്റക്കാരല്ല. ഇനി ചില ആൾക്കാർ എന്ത് ചെയ്യുന്നറിയോ, ചൊവ്വാഴ്ച നോൽമ്പ് നോൽക്കൂട്ടോ. നല്ല നോയിക്കൊണ്ട് ചൊവ്വാഴ്ച നോൽമ്പ് നോൽക്കും. ചൊവ്വാഴ്ച നോൽമ്പ് നോൽക്കാം, ഇന്നും നോൽക്കാം, നാളെ നോൽക്കാം, ഒക്കെ നോൽക്കാം. ഈ ചൊവ്വാഴ്ച നോമ്പ് നോൽക്കുമ്പോൾ എനിക്ക് നോൽമ്പുണ്ടോ? നോൽമ്പുണ്ട്. 9ന്റെ നോൽമ്പ് നാളാളോ? അല്ലല്ല, അവിടെ അറഫ എന്നാണ്, എനിക്ക് 9ന്റെ നോമ്പ് എന്നാണ്. അങ്ങനെ ചൊവ്വാഴ്ച നോൽക്കും. പിന്നെ വ്യാഴാഴ്ച നമ്മളൊപ്പം പെരുന്നാളും ഉണ്ടാവുമോ? അല്ല, ഇന്നിപ്പോൾ എത്ര, 10ന്റെ പെരുന്നാൾ അല്ല. അപ്പം അവിടെ ഒരു ബുധനാഴ്ച ഒരു 9 വെറുതെ അതിൻ്റെ ഉള്ളിൽ പെട്ടുപോയല്ലോ. നിങ്ങൾക്ക് മനസ്സിലായോ? ചൊവ്വാഴ്ച ഓൻ 9ആണ്, ബുധനാഴ്ച അന്തം വിട്ടെടുക്കുക, വ്യാഴാഴ്ച 10ന്റെ പെരുന്നാൾ. ഇതെങ്ങനെ? അപ്പം അങ്ങനല്ല. നമ്മൾ 9 നമുക്ക് മാസം കണ്ടതിനനുസരിച്ച് നമ്മൾ 9 അന്നാണ് നമ്മൾ 9ന്റെ നോമ്പെടുക്കേണ്ടത്. ആ നോമ്പണ് കഴിയുമ്പോൾ അതിനെ തുടർന്ന് നമ്മളെ ദോഷങ്ങൾ പൊറുക്കപ്പെടുമ്പോഴാണ് പിറ്റേന്നുള്ള പെരുന്നാൾക്കുള്ള സന്തോഷം. അതാ പെരുന്നാളിൻ്റെ സന്തോഷം. അതാണ് ഇത് നമ്മൾ പ്രത്യേകം എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. അപ്പോൾ അറഫ നോമ്പ് നമ്മൾ നോൽക്കുമ്പോൾ, ഇപ്പം നാൾ ഇവിടെ തന്നെ ആരോ ചോദിച്ചുകൊണ്ടുണ്ട്, അല്ല അറഫ നോമ്പിന് ഒരു കൊല്ലത്തെ ദോഷം അത്, പിന്നെ അടുത്ത കൊല്ലത്തെ ദോഷം. അപ്പോൾ ഞാൻ ഇപ്പോൾ കഴിഞ്ഞ അറഫൻ്റെ നോമ്പെല്ലാം നോറ്റിട്ടുണ്ട്. അപ്പോൾ ഇക്കൊല്ലത്തെ ദോഷം കഴിഞ്ഞ കൊല്ലം തന്നെ പൊറുക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ ഇതിനൊപ്പം നോക്കിയിട്ടുണ്ട്. അങ്ങനത്തെ വരിസംഖ്യ നമ്മൾ കൊടുക്കുമ്പോൾ 2 മാസത്തെ ഒന്നായിട്ട് കൊടുത്തു, പിന്നെ കൊടുക്കണ്ട, അടുത്ത മാസം ചില്ലറ ലേറ്റ് എന്നാ അവിടെ വെച്ചോ എന്ന് പറഞ്ഞാണ്. അപ്പൊ ഇനി അങ്ങനെ ആരേലൊക്കെ വളവന്മാരുണ്ടാവും അങ്ങനെ ചിന്തിക്കണ്ടോല്. അങ്ങനെ ചിന്തിച്ചാൽ ഈ എല്ലാത്തിലും ലാഭം നഷ്ടം കണക്ക്. ഞാൻ നാളോട് നിങ്ങളൊരു ഉദാഹരണം പറഞ്ഞിട്ട്, മലപ്പുറത്ത് ബസ് കാത്തിക്കുന്ന സമയത്ത് ഒരാൾ ജീപ്പായിട്ട് വന്നാണ്ട് എടുക്കയച്ചു നാട്ടിക്കണം കയറി തന്നു. എൻ്റെ ഒപ്പം വേറെ ആളും കൂടിയുണ്ട്. എന്നെ മുന്നേ തന്നെ കയറ്റി. അപ്പോൾ ഞാൻ കയറ്റി ഖുർആൻ ക്ലാസ് ഒക്കെ ഉസ്താക്കല്ലേ എഴുതിയാണ്ടേ കറന്നിട്ട് നേരെ ഒരു ഫർണിച്ചർ കടൻ്റെ മുന്നിൽ വണ്ടി നിർത്തിക്കാണ്ട് ഒന്നിരിക്കിട്ടൊപ്പം വരാറ്. മൂപ്പര് നേരെ ഫർണിച്ചർ കടയിക്കാണ് പോയി. അപ്പോൾ നമ്മൾ ചൂടുമല്ലേ, നമ്മൾ പുറത്തിറങ്ങി നിന്നു. എൻ്റെ ഒരു സുഹൃത്തൊക്കെ ഉണ്ട്. അപ്പോൾ അയാൾ ഇങ്ങനെ ഇങ്ങനെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ കരുതി ഖുർആൻ ക്ലാസ് ഒക്കെ ഉണ്ടാകും മുസ്തഫീസാണ് എന്ന് പറയുകയാണെങ്കിൽ ഇയാൾ 4 കസാരയിട്ട് ഇങ്ങനെ വരുന്നുണ്ട്.
കസേര ജീപ്പിൻ്റെ ബാക്കിൽ വെച്ചുകൊണ്ട് മൂപ്പര് പെരും ചെറിയ ഇരിച്ചണോണ്ട് എന്താ ഇപ്പം എഴുതി അങ്ങനെ വണ്ടി കയറി പോകുമ്പോൾ പിന്നെ മൂപ്പര് പറയാ ഞാൻ മുതലാക്കിക്കണോട്ടോ എന്തേ മദ്രസക്കാണ് കാരണം അല്ല പള്ളിയാക്കാണ് കസേര. അപ്പോൾ പൗതി പൈസ വാങ്ങിയത് നിങ്ങളെ കാണിച്ചു കൊടുത്തും ചെയ്തു. വല്ലാത്തൊരു കഷ്ടം. അയാൾ പറയണേ അപ്പൊ അയാൾ നേരെ പറഞ്ഞു നമ്മളോടെ ഇയാൾ പെരും ചെറിയില്ല അല്ല ലാഭടിച്ചില്ല സന്തോഷിക്കാണ്. എന്നിട്ട് മൂപ്പര് പറയണേ ഞാൻ പറഞ്ഞു നിങ്ങളെ കയറ്റിയ മുതലാണ്ട് ഞാൻ പറഞ്ഞു പള്ളിയാക്കാണ് കസേര നിങ്ങളെ കാണിച്ചു കൊടുത്തും ചെയ്തു. ആ പൗതി പൈസ വാങ്ങിയുള്ളൂ. ഞാൻ ഹലാലാവൂലട്ടോ അറിയാം. അത് ഹലാലാവൂല അത് പ്രശ്നമാണ്. അയാള് മരിച്ച ആള് ആ കസാരിയിരുന്ന് മരിച്ചു. പെണ്ണുങ്ങൾ വരില്ലാത്ത സമയത്ത് സിറ്റ് ഔട്ടിൽ റോഡുകൂടി പോണ്ടാക്ക് സംശയം കുടിക്കുക എന്താണ് അവരുടെ യുദ്ധത്തിലൊരു പന്തികേട് തോന്നിയാണ്. പെണ്ണുങ്ങൾ വീട്ടിലുമില്ല. നോക്കുമ്പോൾ മരിച്ചു. അത് കുറച്ച് കഴിഞ്ഞിട്ടാണ് എല്ലാവരും കസാലി ഇരുന്നിട്ട് മരിച്ചത് അറിയാം. ഞാൻ പറയാം ഇതാണ് മനുഷ്യന്റെ അവസ്ഥ അറിയാം. മറ്റേ ഷെയർ ചെയ്യരുതേ, ആരും വിഷമിപ്പിക്കാൻ പറയല്ല. നമ്മളെ ഓരോരുത്തരെ അവസ്ഥ പറയണം. നമ്മൾ വലിയ ലാഭം ഉണ്ടാക്കും, ഭയങ്കര അടികാരം നമുക്ക് വരാം, വലിയ അടികാരം. അപ്പോൾ ഇങ്ങനെ ആരെങ്കിലും ചോദിച്ചാൽ നമ്മൾ എന്താ പറയാ? ഒരു രണ്ട് കാര്യം മനസ്സിലാക്കുക. ഒന്ന്, അങ്ങനെ ഒരാൾ ചോദിക്കുകയാണെങ്കിൽ നമ്മളിങ്ങനെ ചിന്തിച്ചാൽ മതി. അയാളിപ്പോൾ കഴിഞ്ഞ വർഷം അറഫന്റെ നോമ്പ് ഞാൻ മൂപ്പരോട് പറഞ്ഞെടുത്ത് എന്താ അറിയോ, അതിന് കഴിഞ്ഞ വർഷത്തങ്ങളെ അറഫന്റെ നോമ്പ് അള്ളാഹ് സ്വീകരിച്ചു എന്നുള്ളതിനെന്താ ഉറപ്പ് വെച്ചാൽ അപ്പോൾ മൂപ്പരങ്ങ് സ്വീകരിച്ചു അയക്കാരം അത്രേ ഉള്ളൂ, ഉറപ്പില്ല. ചിലപ്പോൾ നമ്മൾ അറഫ നോമ്പൊക്കെ നോറ്റിക്കാണ്ട് ഇങ്ങനെ ഇരിക്കേണ്ട സമയത്തേക്കാരം വായന്റെ ബാഹ്യഭാഗത്തെ കുറച്ച് കഫം വന്നു. അപ്പോൾ ഇബ്ലീസ് പറയും അത് അത്ര വലിയ കഫൊന്നുമില്ല, ഞാൻ ഇറക്കിക്കള അറിയും. അപ്പോൾ ഓന് പറയും അത് പറയും പോലെ തന്നെയാണ് ഇറക്കി. ഇതാണ് ഇപ്പോൾ നോമ്പിന്റെ കഥ. നമ്മൾ തുപ്പണ്ട് ആണ് ഇറക്കി. ഇങ്ങനെ ഒരുപാട് ന്യൂനത വന്നിട്ടുണ്ടാവും. അപ്പോൾ അത് സ്വീകരിക്കപ്പെടാൻ ഉറപ്പില്ല. ഇനി അറവ സ്വീകരിച്ചു കൂടിയോളി നഷ്ടമല്ലോ. ഇപ്പൊ ഈ കൊല്ലത്തെ ദോഷങ്ങൾ കഴിഞ്ഞ അറഫന്റെ നോമ്പോണ്ട് പൊറുക്കപ്പെട്ടാല് സഹോദര ഈ അറഫന്റെ നോമ്പോണ്ട് നമ്മളെ പദവി അള്ള കൂട്ടും. ഒന്നുകിൽ മഗ്ഫിറത്ത് ഉണ്ടാവും, അല്ലെങ്കിൽ ദറജ അള്ളാഹു ഏറ്റിത്തരും. എന്തായിരുന്നാലും നമുക്ക് എന്തില്ല, നഷ്ടല്ല. അപ്പോൾ അറഫന്റെ നോമ്പ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാം. അത് വളരെ സുന്നത്ത് നോമ്പുകളുടെ കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട നോമ്പാണ്. ഒരു ഗ്രൂപ്പിനും അഭിപ്രായ വ്യത്യാസമില്ലാത്ത നോമ്പാണ് അറഫ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഉളുഹിയത്ത് നമ്മൾ ഇന്നാൾ പറഞ്ഞതാണ്, അത് നമ്മൾ സൗകര്യം പോലെ ചെയ്യുക. ഏതായാലും ഉളുഹിയത്ത് സുന്നത്താണ്, ഇനി നമ്മൾ കലാപുണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ബംഗാളിൽ നിന്ന് നല്ല വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. ഹജ്ജ് സൂറത്തിൽ ഒരായത്തിൽ പറയുന്നുണ്ട്, നിങ്ങളെ ചിലരെ കൊണ്ട് നിങ്ങളെ പ്രതിരോധിക്കും, ഒരു സമയത്തല്ലെങ്കിൽ മറ്റൊരു സമയത്ത് നിങ്ങൾക്ക് രക്ഷ ഉണ്ടാവുമെന്ന് ഖുർആൻ പറയുന്നുണ്ട്, കാവലുണ്ടാവും. അതിൻ്റെ ഒരു വലിയ നല്ല വാർത്തയാണ് ഇപ്പോൾ ബംഗാളിൽ നിന്ന് വരുന്നത്. ബംഗാളിൽ ഇപ്പോൾ പുതിയ ഭരണകൂടം വന്നാണല്ലോ. അപ്പോൾ പുതിയ BJP-ന്റെ മുഖ്യമന്ത്രി ഒരു നല്ല തീരുമാനം എടുത്തു. ചിലപ്പോൾ തോന്നിപ്പോവും BJP-ന്റെ നേതാക്കന്മാർ പറയുന്ന ചില കാര്യങ്ങളൊക്കെ കേട്ടാൽ ഇവർ മൊത്തം പൊട്ടന്മാരാണോ തോന്നിപ്പോവും ചിലപ്പോൾ. അതോ BJP ആയാൽ പിന്നെ അങ്ങനെ പൊട്ടന്മാരാകണോ? കാരണം അത്രക്കും പൊട്ടത്തരാറുണ്ട്. അതായത് പിന്നെ ഓല് ഗോവധം നിരോധിച്ചില്ല ബംഗാളിൽ, പറ്റ നിരോധിച്ചില്ല. പക്ഷെ ഓല് അവിടെ ഈ ബംഗാളികളെ അവസ്ഥ എന്താ പറയുക, അവിടുത്തെ മുസ്ലിങ്ങളെ അവസ്ഥ നിസ്കാരത്തിനൊക്കെ ബാക്കിലേക്കാറാം. ശോലീയത്തിന് ഭയങ്കര താല്പര്യമാണ്, പെരും താല്പര്യം. അതിന് പൈസ എങ്ങനെയും ഒരു കൂട്ടി ഉണ്ടായിക്കാണ്ട് ബാക്കിലാർക്കും നല്ല, അതിന് ഭയങ്കര താല്പര്യമാണ്. അപ്പൊ ഇതൊക്കെ കണ്ടിട്ട് ഇവരൊരു നിയമം കൊണ്ടുവന്നു, പറ്റ നിരോധിച്ചില്ല. പക്ഷെ അറിവ് നടക്കണമെങ്കിൽ 14 വയസ്സാണ്. ഇതാ ഞാൻ പറയേണ്ടത്, ഇവര് തനി പൊട്ടന്മാരാണ്. ഇതിപ്പോ എങ്ങനെയാ ഈ 14 വയസ്സ് കണക്കാക്കുക? ഇപ്പൊ നമ്മളിപ്പോ പിന്നെ ഒരു കന്നുകാലിയെ വാങ്ങാൻ പോയി അതിന്റെ ഓണർ പറയാണ് ഇതിന് 14 വയസ്സായിക്കണം. എന്താ തെളിവ് ചോദിച്ചാൽ ഇതിലിപ്പോ ബർത്ത് സർട്ടിഫിക്കറ്റ് ഒന്നുമില്ലല്ലോ, ആധാറൊന്നുമില്ലല്ലോ, അതിനെങ്ങനെ 14 എന്ന് പറയാം. ഇനി നമ്മൾ 14 എന്ന് കരുതി കൊണ്ടുവരുമ്പോൾ വേറൊരുത്തം പറയാണ് ഇതിന് അടക്കം വരില്ല, ഇതിന് 14 ആയിട്ടില്ല. ആയെന്ന് തെളിയിക്കാൻ നമ്മളെത്തും രേഖയില്ല, ആയിട്ടില്ല എന്ന് പറയാൻ ഓൻ്റെ അടുത്തും ഇല്ല. അപ്പോൾ ഒരു നിലക്കും പ്രായോഗികമല്ല. ഗവൺമെന്റിന്റെ അംഗീകൃത അറിവുശാലയിൽ നിന്നേ അറക്കാൻ പാടുള്ളൂ എന്നാണ് ഓലൊന്നും, അതില്ല. അപ്പോൾ ഇവര് കരുതിയ എന്താ അറിയോ, വലിയ വളവന്മാരാ. ഓല് കരുതിയ എന്താ വെച്ചാൽ അപ്പോൾ മുസ്ലിമീങ്ങൾ ഒന്നായിട്ട് അറക്കാൻ ഇറങ്ങും. അപ്പോൾ കുറച്ച് അനുമാനസേനയും മറ്റും ഇറങ്ങിയിട്ട് എന്ത് ചെയ്യും, കലാപുണ്ടാക്കും. അധികാര വർഗീയത പറഞ്ഞിട്ട് നിലനിർത്താൻ ഓരോ പരിപാടി. പക്ഷേ മുസ്ലിങ്ങൾ എന്ത് ചെയ്തു അറിയോ, ഇവര് തെങ്ങുമൊക്കെ നോക്കിയപ്പോൾ നമ്മൾ മാനത്ത് നോക്കി എന്ന് പറഞ്ഞാൽ ഇമാമുമാരൊക്കെ പള്ളി എന്ന് പറഞ്ഞു ഒളിയത്ത് സുന്നത്തുള്ളൂ. അതുകൊണ്ട് ആരും കൊല്ലം ചെയ്യണ്ട,
പശുക്കളെ, കാളകളെ, പോത്തുകളെ ഒന്നും ഒളിയത്തിറക്കണ്ടാറ്. നന്നായി, അത് നല്ലതാണ്. വേറെ ഉണ്ടല്ലോ കുറേ സുന്നത്ത്. ഇപ്പം നാള് പിന്നെ ഇവിടെ നമ്മുടെ ക്ലാസ്സിന് വരുന്ന ഒരാൾ അനിയൻ പറഞ്ഞു 4 പെണ്ണിട്ടൽ സുന്നത്താണ്, ഞാൻ ഒന്നും കൂടി കെട്ടാട്ട് പറഞ്ഞ പോലെ പെണ്ണുങ്ങളോടെ നബിൻ്റെ സുന്നത്തായതുകൊണ്ടാണ്. അപ്പോൾ പെണ്ണുങ്ങൾ ഗ്യാസ് കുറ്റി പൊട്ടി തെറിച്ച പോലെ ആണ് പൊട്ടി തെറിച്ചു പറഞ്ഞു. വേറെയും കുറേ സുന്നത്തുണ്ട്, അതൊക്കെ തൊടിയാൻ പറ്റും. എന്നമാർക്ക് നമുക്കിപ്പോൾ ഈ പശുവിനെ തന്നെ ഇറക്കണമെന്നൊന്നുമില്ലല്ലോ. അപ്പോൾ അവിടുത്തെ ഇമാമാരൊക്കെ പറഞ്ഞു 6 കൊല്ലം ഒളിയത്തിറക്കേണ്ട, അറക്കുകയാണെങ്കിൽ ആടിനർത്താൽ മതിയായിരുന്നു. ഇവരെന്താ കരുതിയത്? ഇവർ പറഞ്ഞാൽ അവിടെ 90% ഹിന്ദു സഹോദരങ്ങളും നല്ല മനുഷ്യന്മാരാണ്. അവരൊക്കെ എന്താ അറിയോ, അവർ ഈ കന്നുകാലികളെ വളർത്തും. കാര്യമായിട്ട് ബലിപെരുന്നാൾക്ക് മുസ്ലിങ്ങൾക്ക് വെക്കാൻ ഓരോ ഉപജീവനം അതാണ് മുടങ്ങി. ഇപ്പോൾ BJP-ക്കാർക്കെതിരെ BJP-ക്കാരന് തിരിഞ്ഞ അവസ്ഥയിലാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. ഇതാണ് അല്ലാഹു തആല ഹജ്ജ് സൂറത്തിലെ ആയത്ത് നല്ല ഫിറ്റായിട്ട് തോന്നും. ഞാൻ വേറെ ക്ലാസ്സിന് വേണ്ടി ഒന്ന് നോക്കുമ്പോഴാണ് ഇതൊന്ന് തട്ടിച്ച് നോക്കിയാലേ ഓരോ കാലത്തും അല്ലാഹു തആല നമുക്ക് ഓരോ നിലക്ക് ഇസ്സത്ത് തരുന്നതാണ്. അത്രയുള്ള അതിൻ്റെ കാര്യം. അപ്പോൾ അറക്കാൻ പറ്റുന്നിടത്ത് നമുക്ക് എന്ത് ചെയ്യുക, അറിവ് നടത്താൻ വളരെ നല്ല കാര്യമാണ്. അതിൽ നമുക്ക് പശുവിനെ തന്നെ അറക്കണം എന്നുള്ള വാശിയൊന്നും ഇല്ല, ആരെയും പ്രകോപിതരാക്കൊന്നും വേണ്ട. അപ്പോൾ അത് ആ നിലയ്ക്ക് നമ്മൾ എന്ത് ചെയ്യുക, ആ നിലക്ക് കാണുക. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്ന്, ഞാനിപ്പോഴേ ഈ ക്ലോക്കൊക്കെ ഞാൻ നോക്കണ്ട കേട്ടോ, എൻ്റെ ശ്രദ്ധ തീക്കണം. ഇതിൽ സമയം തെറ്റാണ്. സമയം എത്ര ആയിട്ടുള്ളൂ തരുന്നുണ്ട്. ഞാൻ പെട്ടെന്ന് നിന്നാണ് അവിടെ ഉണ്ട് കേട്ടോ, സാധനം എന്താ അവിടെ ഉണ്ട്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസ് പറയാം. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിലുണ്ട്, അല്ലാഹു തആല ഇന്നല്ലാഹ തആല ഖദ് ഇഖ്താറ മിനൽ അയ്യാമി 4 ദിവസങ്ങളിൽ നിന്ന് അല്ലാഹു തആല 4 ദിവസങ്ങൾക്ക് വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. 4 അത് ഏതൊക്കെ നിബിധങ്ങൾ പറഞ്ഞത്? ഒന്ന് യൗമുൽ ജുമുഅ, വെള്ളിയാഴ്ച. രണ്ടാമത്തേത് യൗമു അറഫ ദിവസം. മൂന്നാമത്തേത് യൗമുൻ നഹർ, ബലിപെരുന്നാൾ ദിനം, അറിവിൻ്റെ ദിനം. നാലാമത്തെ യൗമുൽ ഫിത്ർ, ഫിത്ർ അത് എന്ന് പറഞ്ഞാൽ ചെറിയ പെരുന്നാൾ. അപ്പോൾ വെള്ളിയാഴ്ച, അറഫ, ബലിപെരുന്നാൾ ദിനം, ചെറിയ പെരുന്നാൾ ദിനം. ഇത് വളരെ പ്രധാനപ്പെട്ട 4 ദിനങ്ങളാണ്. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട, അതിലിപ്പോൾ നമുക്ക് ഇതാ വരാൻ പോണ്ട അറഫയും ബലിപെരുന്നാളും നമുക്ക് വരാൻ പോവുകയാണ്. അത് പ്രധാനപ്പെട്ട ദിനം എന്ന് പറഞ്ഞാൽ അതിൻ്റെ രാവുകളൊക്കെ നമുക്ക് ദുആക്ക് ഭയങ്കര ഇജാബത്ത് ഉണ്ടാവുന്നതാണ്. നബിതങ്ങൾ പറഞ്ഞു. പിന്നെ പറഞ്ഞു വമിന ശുഹൂരി 4 മാസങ്ങളിൽ നിന്നും 4 വളരെ പവിത്രമായതാണ്. അത് ദുൽഖഅദ്, ദുൽഹിജ്ജ, മുഹറം, റജബ്. നബിതങ്ങൾ എണ്ണി പറഞ്ഞു. പിന്നീട് നബിതങ്ങൾ പറഞ്ഞു വമിനൻ നിസായി 4 പെണ്ണുങ്ങളിൽ നിന്ന് 4 പേർക്ക് വലിയ മഹത്വമുണ്ട് എന്ന് പറഞ്ഞു. അത് ആസിയ റളിയല്ലാഹു അൻഹ, മറിയം റളിയല്ലാഹു അൻഹ, ഖദീജ റളിയല്ലാഹു അൻഹ, ഫാത്തിമ റളിയല്ലാഹു അൻഹ. പിന്നെ ചില സഹാബിമാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ സുഹൈബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു റൂം. അതുപോലെ തന്നെ ബിലാൽ റളിയല്ലാഹു അൻഹു അബസീനിയ, സൽമാൻ റളിയല്ലാഹു അൻഹു, ബിലാൽ റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ സൽമാൻ അൽ ഫാരിസ് റളിയല്ലാഹു അൻഹു പേർഷ്യ, ഇറാൻ. ഇങ്ങനെ ഓരോ നാട്ടിൽ നിന്ന് ഓരോരുത്തരെ പ്രത്യേകം എടുത്ത് പറഞ്ഞ് അങ്ങനെ 4 പേരെ നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്തായിരുന്നാലും ഇപ്പം നമ്മളെ മുന്നിലുള്ളത് ഇതാണ്. അപ്പോൾ അറഫ ദിനം പ്രധാനപ്പെട്ടതാണ്. പിന്നെ അറിവ് കാര്യങ്ങൾ. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്ന് ഫസ്വല്ലി റബ്ബിക്കാന്ന് അല്ലാഹു തആല ഖുർആനിൽ വ്യക്തമായിട്ട് പറഞ്ഞത്. റബ്ബിന് വേണ്ടി നിസ്കരിക്കുക എന്ന് പറഞ്ഞത് ബലിപെരുന്നാൾ നിസ്കാരമാണ്. ബലിപെരുന്നാൾ നിസ്കാരം. അപ്പോൾ ഞാൻ എൻ്റെ സഹോദരിമാരോടൊക്കെ പറയാം, ഞങ്ങളാണുങ്ങളൊക്കെ പള്ളിയിൽ പോകും, നിങ്ങൾ വീട്ടിൽ നിസ്കരിച്ചാൽ മതി. നിങ്ങൾക്ക് മറ്റുള്ള നിസ്കാരത്തിൻ്റെ അതേപോലെ തന്നെയാണ് പെരുന്നാൾ നിസ്കാരം, വീട്ടിൽ നിസ്കരിച്ചാൽ മതി. അപ്പോൾ പെണ്ണുങ്ങൾ വീട്ടിൽ നിസ്കരിക്കുമ്പോൾ പിന്നെ വേണമെങ്കിൽ ജമാഅത്തായിട്ട് നിസ്കരിക്കുക, എല്ലാവരും കൂടിയിട്ട് 2 ആളുണ്ടായ ജമാഅത്താണ്. ഇവിടെ ഖുതുബയൊന്നും വേണമെന്നില്ല. ഇനി ആണുങ്ങളോട് ചോദിച്ചറിഞ്ഞ ഖുതുബൊന്നും വേണ്ട. ഒരു ഏടൊക്കെ ഒപ്പിച്ച് ഒരു മിമ്പറൊക്കെ ഉണ്ടാക്കിക്കാണ്ട് വാളിന് പകരം അരുവാകത്തിയൊക്കെ പിടിച്ചിട്ട് കൊണ്ട് കൊറോണ കാലത്ത് ആരോധി ഇറങ്ങും. അങ്ങനെയൊന്നും ആഭാസമാക്കണ്ട. വേണമെങ്കിൽ ഒരു ഉപദേശമൊക്കെ കൊടുക്കാം. ഇമാം എന്ന പെണ്ണിന് മറ്റുള്ളവർക്ക്. അല്ലെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക് നിസ്കരിച്ചോളി. 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം, ബലിപെരുന്നാൾ സുന്നത്ത് നിസ്കാരം നിയ്യത്ത് വെച്ചിട്ട് നിസ്കരിക്കാം.
സാധാ നിസ്കാരം പോലെ തന്നെയുള്ള ഒന്നാമത്തെ റക്അത്തിൽ തക്ബീർ കെട്ടി വജ്ജത്ത് ഓതി ഫാത്തിഹന്റെ മുമ്പായിട്ട് 7 തക്ബീറും രണ്ടാമത്തെ റക്അത്തിൽ ഫാത്തിഹന്റെ മുമ്പ് 5. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എൻ്റെ ഇടയിൽ ശരീരം. അത്രേ ഉള്ളൂ. ഫാത്തിഹ നിർബന്ധമായിട്ട് ഓതണം. സൂറത്ത് സുന്നത്തേ ഉള്ളൂ, നല്ലത് സബ്ബിസ്മി അല്ലാത്താക്കിയാണ്. ഇങ്ങനെ 2 റക്അത്ത് നിസ്കരിക്കാൻ നമുക്ക് കുറഞ്ഞ സമയം മതി. അപ്പോൾ നമ്മളെ വീട്ടിലെ സഹോദരിമാരെല്ലാവരും അത് നിസ്കരിച്ചു എന്ന് എന്ത് ചെയ്യുക, ഉറപ്പ് വരുത്തുക, ഇനി മറക്കരുത്. പിന്നെ ബുധനാഴ്ച സുബഹി മുതൽ ഞായറാഴ്ച അസറിന്റെ ശേഷം വരെ, അതായത് മഗ്‌രിബിന്റെ ശേഷം വേണ്ട, എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷം തക്ബീറില്ല. അത് മറക്കരുത്. അറഫന്റെ അന്ന് സുബഹി മുതൽ 4ാം പെരുന്നാളിൻ്റെ അന്ന് അസറിന്റെ ശേഷം വരെ തക്ബീർ എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷം. മയ്യത്ത് നിസ്കാരത്തിന്റെ ശേഷം വരെ ചെല്ലാൻ കേട്ടോ. അറിയാൻ ഞാൻ വലിയ ആശയപ്പം മയ്യത്ത് നിസ്കാരം ഇപ്പോൾ 1ാം പെരുന്നാൾക്ക് 2ാം പെരുന്നാൾക്ക് മരണം നടന്നുകൊണ്ട് നിസ്കാരം കഴിഞ്ഞുകൊണ്ട് തക്ബീറില്ല. ചിലർ എഴുതും മരിച്ചോടത്താണ് ഇപ്പോൾ ഈ മയ്യത്തിന്റെ മുന്നിൽ നിന്നാണ് ഇപ്പോൾ സന്തോഷം ഉണ്ടോ എന്നൊക്കെ പറയും. അങ്ങനല്ല, ആ തക്ബീർ സുന്നത്താണ് എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷം. ചിലരെന്ത് ചെയ്യുന്ന അറിയങ്ങൾ, കുട്ടികളൊക്കെ വിളിച്ചു കൂട്ടിക്കാണ്ട് പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ് പെരയിലെത്തി ചോറൊക്കെ തിന്നാണ്ടുണ്ടാവും. ആ സിറ്റ് ഔട്ടിൽ ഇങ്ങനെ ഇരുന്നിട്ട് മക്കളൊക്കെ വിളിച്ച് വരികടാ പെരുന്നാളല്ലേ തക്ബീറില്ല എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ചെല്ലും. സുന്നത്തില്ല, അത് സുന്നത്തില്ല. ഞാൻ നിസ്കാരത്തിന്റെ ശേഷം ചെല്ലിയാൽ കുഴപ്പമില്ല കേട്ടോ. എടാ ചെല്ലാൻ പാടില്ല എന്നല്ല കേട്ടോ, പടച്ചോനെ അങ്ങനെ കരുതരുത്. എപ്പോഴും ചെല്ലാലോ. തക്ബീർ എപ്പോൾ ചെല്ലിയാലും റബ്ബക ഫകബ്ബിർന, റബ്ബിനെ എന്ത് ചെയ്യണം, മഹത്വപ്പെടുത്തണം. അതിന് ഏറ്റവും നല്ല രീതിയാണ് അല്ലാഹു അക്ബർ എന്നുള്ളത്. അതിൽ ഏറ്റവും നല്ല രീതിയാണ് ഏത്? അല്ലാഹു അക്ബർ കബീറാ വൽഹംദുലില്ലാഹി കസീറാ വസുബ്ഹാനല്ലാഹി ബുക്റതൻ വഅസീലാ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അതിൻ്റെ ഏറ്റവും നല്ല എപ്പോഴും ചെല്ലാം. പക്ഷേ ബലിപെരുന്നാൾക്ക് ചെല്ലേണ്ട സുന്നത്ത് നമുക്ക് വ്യാഴാഴ്ച പെരുന്നാളായതുകൊണ്ട് ബുധനാഴ്ച സുബഹിന്റെ ശേഷം ചെല്ലണം, ബുധനാഴ്ച ലോറിന്റെ ശേഷം, അസറിന്റെ ശേഷം, മഗ്‌രിബിന്റെ ശേഷം. അവിടുന്ന് അങ്ങോട്ട് ഇടതടവില്ലാതെ പിറ്റേന്ന് പെരുന്നാൾ നിസ്കാരം വരെ. അപ്പം അങ്ങാടിക്ക് പോകുമ്പോഴും ഒക്കെ അങ്ങനെ ചെല്ലാണ്, ആണിനും പെണ്ണിനും ഒരുപോലെ സുന്നത്ത്. പിന്നെ അവിടുന്ന് അങ്ങോട്ട് 4ാം പെരുന്നാളിന്റെ വരെ എന്ത് ചെയ്യുക, പിന്നെ എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷം മാത്രം ചെല്ലാം. അത് വളരെ പ്രധാനപ്പെട്ട ആ തക്ബീർ നമ്മൾ എന്ത് ചെയ്യത് മറക്കരുത്. അതൊക്കെയാണ് പെരുന്നാൾ അറിയുന്നത്. പിന്നെ ബലിപെരുന്നാൾ വരുമ്പോൾ കൂടി പറഞ്ഞാൽ നിർത്താം. ഏറ്റവും പ്രധാനപ്പെട്ട എന്താ അറിയുക, ഒരു വലിയൊരു സന്ദേശം ബലിയാണല്ലോ, അത് വലിയ ത്യാഗത്തിലേക്ക് അറിയിക്കുകയാണ്, വലിയ ത്യാഗം. ഇപ്പം നമ്മളിപ്പോൾ രാത്രിയൊക്കെ ഇപ്പോൾ ചിലപ്പോൾ വേനൽ മഴയൊക്കെ ഉണ്ടായതുകൊണ്ട് ചിലപ്പോൾ കാലവർഷം വരികയാണ്. അപ്പോൾ നമ്മളിപ്പോൾ നല്ല മഴയൊക്കെ പെയ്ത് സുബഹിക്ക് നമ്മളെ മോനെ പിന്നെ വിളിക്കാൻ വേണ്ടി പോയാൽ ചിലപ്പോൾ കുട്ടികളിങ്ങനെ നല്ല ചുരുണ്ട് സുഖമായിട്ട് കടന്നുറങ്ങിന് കാണുമ്പോൾ നമുക്ക് സുബഹിക്ക് വിളിക്കാൻ തോന്നില്ല. പാവന്റെ കുട്ടികളെല്ലാം ഉറങ്ങിക്കോട്ടെ. അതാണ് നമ്മളവസ്ഥ. നമ്മൾ ശരിക്ക് നമ്മളെ കുട്ടികളെ കേടെടുത്താണ്. എന്നാൽ അതേസമയം നോക്കി നിങ്ങൾ, ഒരുപാട് കാത്തിരിപ്പിന് ശേഷം ഒരു കുട്ടി ഉണ്ടായി. ഖുർആൻ തന്നെ പറയാ ഫലമ്മാ ബലഗ മഅഹുസ്സഴി, പിതാവിനോടുകൂടെ ജോലി ചെയ്യാനുള്ളൊരു പ്രായം ആ കുട്ടിക്കെത്തുമ്പോൾ അള്ളാന്റെ കൽപ്പന വരികയാണ്, എന്ത് അറക്കണം. നിങ്ങൾ ആലോചിച്ചപ്പോൾ ഒട്ടും ആശങ്ക ഉണ്ടായില്ലല്ലോ. അതും സാധാരണ ജിബ്രീൽ എന്ന മലക്ക് വന്ന് പറയുമ്പോഴല്ല, അവിടെ വഹി വന്ന സ്വപ്നം മുഖേനയാണ്. അള്ളാന്റെ ഖലീലായതുകൊണ്ട് അവിടെ ഒരു ആശങ്ക ഉണ്ടായില്ല. എന്നിട്ട് കുട്ടിനോട് വെറുതെ ജസ്റ്റ് ഒന്ന് ചോദിച്ചു, യാ ബുനയ്യ, എൻ്റെ കുഞ്ഞുമോനെ, ഇന്നി അറാഫിൽ മനാമി അന്നീ അദ്ബഹുക, എന്നെ അറുക്കണമെന്ന് ഞാൻ സ്വപ്നത്തിലൂടെ കണ്ടിരിക്കുന്നു മോനെ. ഫൻദുർ മാദാ തറാ, സൂറത്തിൽ അല്ലാഹു പറയുന്നു, എൻ്റെ അഭിപ്രായം എന്താണ്? അപ്പോൾ സാധാരണയിൽ നിന്ന് ഭിന്നമായി കുട്ടി പറഞ്ഞെന്താ, യാ അബതി ഫഅൽ മാ തുഅ്മർ സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ. എൻ്റെ പിതാവെ, അങ്ങയോട് കൽപ്പിക്കപ്പെട്ടത് അങ്ങ് ചെയ്തോളൂ, ഇൻഷാ അല്ലാഹ് ഞാൻ ക്ഷമാശീലത കൂട്ടത്തിൽ പെട്ടുപോകും, ഞാൻ ക്ഷമിക്കുന്നു. അതാണ് ആ കുട്ടി വാക്ക് പാലിച്ചു, വാപ്പിയും വാക്ക് പാലിച്ചു. ഇസ്മായിൽ നബിക്കൊരു പേര് വേണം, സ്വാദിഖുൽ വഅദ്, വാഗ്ദത്തം സാക്ഷാത്കരിച്ച ആള്. കാരണം എന്താ, ഈ കുട്ടിനെ നോക്കുങ്ങൾ ഒരു 10, 13, 14 വയസ്സുള്ള കുട്ടിനെയാണ് കൊണ്ടോണ്ട്
നല്ല ഡ്രസ്സൊക്കെ എടുത്തിട്ട് മിനയിലേക്ക് അറുക്കാനാണ്, നല്ല കത്തിയേറ്റും കയറും. അവിടെ എത്തിയപ്പോൾ കുട്ടി പറയാണ്, ഉപ്പ എൻ്റെ ലാസ്റ്റ് ഒരു വസിയത്തുണ്ട്, എൻ്റെ കുപ്പായം എൻ്റെ ഉമ്മാക്കൊരു സ്മരണക്ക് കൊടുക്കണം, അതുകൊണ്ട് അറിവിൻ്റെ മുമ്പ് കുപ്പായം അയക്കണം. ഓക്കെ. പിന്നെ കുട്ടിൻ്റെ വസിയത്ത് കയ്യും കാലും കെട്ടണം, ഞാൻ പടഞ്ഞു പോയാൽ ഞങ്ങൾക്ക് വിഷമേ കാരണം. മറ്റൊന്ന്, എന്നെ ഒരു ഭാഗത്തേക്ക് ചെരിച്ച് കിടത്തണം, മലർത്തി കിടത്തി അറുത്താലും മുഖം കാണുമ്പോൾ വിഷമാകുന്ന ഒക്കെ പിടിച്ചു കേട്ടോ. ലാസ്റ്റ് ഇബ്രാഹിം നബി പതറിയിട്ടില്ല, എന്നാലൊന്ന് മനസ്സൊന്ന് പൊട്ടിപ്പോയ രംഗം എന്താ അറിയോ? എൻ്റെ ഉമ്മാനോട് അസ്സലാമു അലൈക്കും സലാം പറയണം. സലാം എല്ലാ ഉമ്മത്തിനുള്ള അത് യൂട്യൂബർ. എന്നിട്ടോ നിങ്ങൾ ആ മലക്കാള് പോലും, പിന്നെ ഇനി ജായിലും ഫില്ലർദി ഖലീഫ എന്നുള്ള ആയത്തിൽ പറയുന്നുണ്ട്. മലക്കാള് പറഞ്ഞില്ല എന്തിനാ മനുഷ്യന്മാരെ പടക്കേണ്ടത്, കുഴപ്പമുണ്ടാക്കേണ്ടവല്ലാണ്. അതിലും മലക്കാൾക്ക് സങ്കടം വന്ന ഒരു ഘട്ടം ഏതാ അറിയോ? ഇബ്രാഹിം നബി കുട്ടിൻ്റെ കഴുത്തിൽ കത്തിയുണ്ടാവുമ്പോഴാണ്. വേറൊന്നിൻ്റെ മുഖത്തേക്ക് നോക്കാനില്ല, ഉണ്ടെങ്കിൽ തന്നെ നമുക്കൊന്നും കഴിയൂലല്ലോ. അതല്ല ഇതിൻ്റെ അവസ്ഥ. എന്ന് നോക്കുങ്ങൾ യാതൊരു മടിയില്ല. റബ്ബിനോടുള്ള സ്നേഹമുണ്ട്, കുട്ടിനോടുള്ള സ്നേഹമുണ്ട്. റബ്ബിനോടുള്ള സ്നേഹത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തതാണ്. ആ കത്തിയാണ് കൊണ്ടുപോകുമ്പോഴേക്ക് അള്ളാഹു വിളിച്ചു, യാ ഇബ്രാഹിം ഖദ് സദ്ദഖ്ത റുയാ, സ്വപ്നത്തെ അങ്ങ് സാക്ഷാത്കരിച്ച് നിന്ന് അറക്കണ്ടാറ്. അങ്ങനെ എന്ത് ചെയ്തു? ഒരു ആടിനെ ഇറക്കി കൊടുത്തു. ആ സമയത്ത് സന്തോഷാധിക്യത്താൽ മഹാനായ ഇബ്രാഹിം നബി കരഞ്ഞുപോയി എന്നാണ്. സന്തോഷം കിട്ടും, ഓവറായിട്ട് കരഞ്ഞു. കാരണം ഒരുപാട് സന്തോഷമുണ്ട്. ഒന്ന്, ഇതൊരു പരീക്ഷണമായിരുന്നോ, അതിൽ ജയിച്ചു, കഴിച്ചിലായി. കുട്ടിനോടുള്ള സ്നേഹം കാരണം എങ്ങാനും മാറി നിൽക്കണമെങ്കിൽ പെട്ടിരുന്നോ, ആ സന്തോഷം. മറ്റൊന്ന്, കുട്ടി ആ അറിവുന്ന കഴിച്ചിലാകല്ലേ. അങ്ങനെ അവർ ചെല്ലുകയാണ്. ഏത്? ആ ആടി നടക്കുമ്പോൾ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. അപ്പോൾ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം ചൊല്ലിയതാണ് എന്ത്? ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. അപ്പം മലായിക്കത്ത് ഒന്നായിട്ട് അതിന് സാക്ഷ്യം വഹിച്ച് ചൊല്ലിയതാണ് എന്ത്? അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഇന്ന് ലോക മുസ്ലിമീങ്ങൾ ഏറ്റവും കൂടുതൽ ചൊല്ലുന്നത് ആയല്ലേ, വളരെ പ്രധാനപ്പെട്ട ഒന്ന്. ഇവിടെ നമ്മളൊക്കെ മനസ്സിലാക്കുക, ആ അറിവന്ന് നടന്നിരുന്നെങ്കിൽ നമുക്കിന്ന് ചാനൽ ചർച്ചകളിലൊക്കെ നമ്മളെ പ്രതിനിധികൾ ഒരു വിഷയത്തിൽ കുടുങ്ങും. ഏത് വിഷയത്തിൽ? സതീ സമ്പ്രദായത്തെ നമുക്ക് എതിർക്കാൻ പറ്റില്ല. നിങ്ങൾ തീരുമില്ല അങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ പിന്നെ ഒരു മുതിർന്ന കുട്ടിനെ അറുത്തിട്ട് ചോര ചെറിയ കുട്ടിൻ്റെ രക്ഷക്ക് പടുത്തുണ്ടായിരുന്ന സംഭവം ഇന്ത്യയിലുള്ളത്. കൊടും ക്രൂരത. നമുക്ക് പറയാൻ പറ്റുമോ? നിങ്ങളൊരു പ്രവാചകൻ സ്വന്തം കുഞ്ഞിനെ അറുത്തിട്ടില്ലേ? അറിയില്ലേ? യഥാർത്ഥത്തിൽ റബ്ബത് അറിവ് തീരുമാനിച്ചിട്ടേ ഇല്ല. പക്ഷെ നമ്മളൊരു കാര്യം ബോധ്യപ്പെടുത്തുകയാണ്, റബ്ബിൻ്റെ ഒരു കൽപ്പന വന്നാൽ അത് അംഗീകരിക്കാൻ, അത് നടപ്പിൽ വരുത്താൻ ഒരാൾ ഏതറ്റം വരെയും പോകണം എന്നുള്ളൊരു ബോധ്യം വരുത്തിയതാണ്. അതാണ് ഇപ്പോൾ ബലിപെരുന്നാളിൻ്റെ വലിയൊരു സന്ദേശം. അതാണ് വലിയൊരു സന്ദേശം. അതാണ് നമ്മളെ മക്കളെ കാര്യത്തിൽ നമ്മൾ നല്ല ശ്രദ്ധ നമുക്ക് വേണം. അപ്പോൾ നോക്കൂ, നിങ്ങൾ ഒരു മടിയും വേണ്ട കേട്ടോ. അന്ന് അറുക്കാൻ കൊണ്ടുപോയെങ്കിൽ പിന്നെ എന്തിനാ നമ്മളെ കുട്ടികളെ സുബൈക്ക് വിളിക്കാൻ നമ്മൾ എന്തിനാ മടിക്കണം? ഇപ്പം നമുക്ക് തന്നെ ചിലപ്പോൾ തോന്നും ഇങ്ങനെ നിസ്കാരത്തിനൊക്കെ പറയുന്നത് അങ്ങനെ മടി കാട്ടുമ്പോൾ കുട്ടികൾ പോട്ടയാറ്. എന്നാൽ ഈ കുട്ടികൾ തന്നെ കളിക്ക് ഏതൊക്കെ ഇപ്പോൾ ഒരു സൈക്കിൾ വാങ്ങിക്കൊടുത്താൽ എത്ര റിസ്ക് എടുത്തിട്ടാവും പോകേണ്ടത്? അത് ചവിട്ടി പോകുന്ന ടർഫിലും മറ്റും പോകുന്ന കുട്ടികൾ കളിക്കാനാണെങ്കിൽ ഒരു എത്ര റിസ്ക് എടുക്കുന്നുണ്ട് ആലോചിച്ച് നോക്കൂ. അതൊക്കെ എന്നാൽ ഇതിനോടൊരു മടിയായിരിക്കും. അപ്പോൾ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. അതിന് ഐഡിയ പൂർവ്വം ചെയ്താൽ മതി. ഇപ്പോൾ ഇവിടെ ക്ലാസ്സിന് വരുന്ന ഒരാൾ തന്നെ എന്നോട് പറഞ്ഞു, മൂപ്പരെ 2 മക്കൾ സുബൈക്ക് ജമാഅത്തിന് കൊണ്ടുപോയാൽ എങ്ങനെയാ വെച്ചാൽ ഒരു 2 ലൈസൻസ് എടുക്കാത്ത സമയത്ത് ചെറുപ്പത്തിൽ വണ്ടി ഓടിക്കാൻ ഉൽക്കാരം ചെയ്യാം. അപ്പം എന്ത് ചെയ്യും? പിന്നെ സുബൈക്ക് വിളിക്കുമ്പോൾ അങ്ങനെ മടി കാട്ടുകയാണെങ്കിൽ ചാവി ആണ് കാട്ടി കൊടുക്കും. വണ്ടിൻ്റെ ചാട്ട കുറഞ്ഞ് എഴുന്നേൽക്കുന്നത്. പള്ളിയൊക്കെ ഒരാൾ ഓടിക്കും, ഇങ്ങോട്ടൊരാൾ ഓടിക്കും. അവിടെ പോലീസ് ചെക്കിംഗ് ഒന്നും ഉണ്ടാവില്ല. അപ്പം എന്താ ഓൽക്ക് ആ വണ്ടി ഓടിക്കാനുള്ളൊരു ബോധ്യം കൂടി സുബൈസ്കാരാണ് നടക്കും. ഏതൊക്കെ ഐഡിയ നമുക്ക് ആ വിഷയത്തിൽ പ്രയോഗിക്കാൻ കഴിയും ഒക്കെ പ്രയോഗിക്കാം. കുട്ടികൾക്ക് ഹിദായത്ത് കിട്ടലാണ് ആവശ്യം. അത് നമ്മൾ തന്ത്രപരമായിട്ട് തന്നെ എന്ത് ചെയ്യണം? ഈ കഥയൊക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണേ. കുട്ടികൾ പറഞ്ഞു കൊടുക്കണം. നമ്മൾ വലിയ പെരുന്നാൾ വലിയ പെരുന്നാൾ എന്നറിയാം. വലിയ പെരുന്നാൾ 4-ഉണ്ടായതുകൊണ്ട് അടിച്ചു പൊളിച്ച് അങ്ങനെ ഇതാക്കാന്നുള്ളതാണ്. അതല്ല, ഈ സന്ദേശങ്ങളാണ്. എന്ത് ത്യാഗം റബ്ബിന് വേണ്ടി നമ്മൾ സഹിക്കേണ്ടി വരും എന്ന വലിയൊരു സന്ദേശമാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ അത് മാത്രമല്ല, ഇബ്രാഹിം നബി ഇബ്രാഹിം നബിയുടെ ഒരു വിഷയമില്ലാത്ത എല്ലാം നമുക്ക് പിൻപറ്റാലോ. അതെന്നാൾ പറഞ്ഞില്ല. ഏതാണ്?
വാപ്പാക്ക് ഇതുവായിരുന്നു. ഇബ്രാഹിം നബി തൻ്റെ പിതാവിൻ്റെ പാപമോചനത്തിന് ഇതുവായിരുന്നു. അത് വേണ്ട. ശിർക്ക് മുശ്രിക്കായി മരിച്ച ആളായതുകൊണ്ട് അത് വേണ്ട. ബാക്കി ഓരോ വിഷയത്തൊക്കെ അദ്ദേഹത്തിൻ്റെ ആദർശബോധം. ഉഹദ് യുദ്ധം കഴിഞ്ഞ് തിരിച്ചു പോയതിൻ്റെ ശേഷം അബൂ സുഫിയാനോട് തോന്നലേ നമ്മൾ വലിയ പോയത്തക്കാരായല്ലോ, ഒരൊറ്റ യുദ്ധം കൂടിയും ചെയ്താൽ മുഹമ്മദ് നബീനെ എന്ത് ചെയ്യുക, മലർത്തി അടിക്കാം, ഇനി ആ ശല്യം തന്നെ ഉണ്ടാവില്ല. അങ്ങനെയാണ് അബൂ സുഫിയാൻ്റെ സംഘം ഉഹദ് കഴിഞ്ഞ പിറ്റേന്ന് വീണ്ടും നമ്മളേറ്റ് യുദ്ധത്തിന് വന്നു. ഈ വിവരം അറിഞ്ഞ നബിതങ്ങൾ മദീനയിൽ എല്ലാവരെയും വിളിച്ചു. തലേന്ന് യുദ്ധത്തിന് പോയ എല്ലാവരെയും വിളിച്ചു. നല്ല പരിക്ക, അതിൽ 30 വെട്ടിട്ടിയാലൊക്കെ ഉണ്ടായിരുന്നു. ആകെ മുറിവാ. ഓരോടൊക്കെ പറഞ്ഞു ഒരു ക്ഷീണം കാട്ടണ്ട, ഇബ്രാഹിം നബി പറഞ്ഞതുപോലെ പറഞ്ഞിട്ട് നമുക്കാണ് ഇറങ്ങാറ്. ഓൽക്ക് ആവേശമായി. ഖുർആൻ പറയേണ്ട കഥയത്. എല്ലാവരോടും പടയെങ്കിൽ ധരിക്കാൻ പറഞ്ഞു. പൂജയാണ് തയ്ച്ചു കൊടുക്കണം. ഒരൊറ്റത്തിന് ശരിക്കും നീച്ചാൻ പറ്റാത്ത അവസ്ഥയാണ്. പക്ഷെ എല്ലാവരും പടയെങ്കിൽ ധരിച്ചു. മുനാഫിക്കുകൾ വന്നിട്ട് പറഞ്ഞു, അബൂ സുഫിയാനും സംഘം വലിയൊരു ടീമാണ്, ഒരു ഇന്നലെ ജയിച്ചത് മാത്രമല്ല ഇന്ന് വലിയൊരു സംഘമായിട്ട് അവർ വരുന്നുണ്ട്. ഖുർആൻ ഇവരെ പറ്റി പറയേണ്ടത് അറിയോ, അത് അവർക്ക് ഈമാൻ വർദ്ധിപ്പിച്ചു. ആർക്ക്? സ്വഹാബത്തിന്. ഇത്ര മുറി പറ്റിയവർക്ക് ഖുർആൻ നേരെ പറയുന്നുണ്ട്. അല്ലദീന ഇസ്തജാബു ലില്ലാഹി വറസൂൽ എന്ന് പറഞ്ഞിട്ട് അള്ളാഹു റസൂലിന് ഉത്തരം കൊടുത്തവർ എപ്പോഴാണത്? ഖുർആൻ തന്നെ പറയുന്നുണ്ട്, തലേ ദിവസം ശരീരമാസകരം മുറിവ് പറ്റിയതിൻ്റെ ശേഷം. എന്നിട്ട് ഖുർആൻ പറയാ, ഇവര് പറഞ്ഞു യുദ്ധത്തിന് പോണ്ട, ഇത് ആത്മഹത്യാപരാണ്. അതുപോലെ എന്താ പറഞ്ഞത്? വഖാലു ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ. ആലി ഇമ്രാന്റെ അവസാന ഭാഗം കാണാം. ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ. ഖുർആൻ പറയുന്നുണ്ട്, അതാണ് ചൊല്ലിയിട്ട് ഓലണ് പോയി. ഇതറിഞ്ഞ അബൂ സുഫിയാനും ടീം ഒരു പേടിച്ചു. അള്ളാഹു ഓല ഹൃദയത്തിൽ ഒരു ഭയം കോരിയിട്ടു. ഒരു ഓടി 3 ദിവസം നബിതങ്ങൾ അവിടെ തങ്ങി നിന്നിട്ട് വെല്ലുവിളിച്ചു. വരിക ഒന്നില്ല. ഖുർആൻ പറയുന്നുണ്ട്, അള്ളാന്റെ നിഅമത്തും രലിയും വാങ്ങിയിട്ട് ആ സംഘം തിരിച്ചു പോന്നു മദീനയിലേക്ക്. അവിടെ ഇബ്രാഹിം നബിനെ മാതൃകയാക്കി. മൂപ്പരില്ലേതാണ് ഒരു 100 പോലും ഇല്ലാതെ ആ പീരങ്കി മരത്തിന്റെ തെറ്റുവില്ല് കറി നമ്രൂദ് ഇങ്ങനെ ഇരുത്തിയത്, ഒരു 100 പോലും മേലല്ലാതെ ഇതാ അഗ്നികുണ്ഡത്തിലേക്ക് തൊടുത്തുകൂടാണ്. കാരണം അത് കൊണ്ടുവരാൻ കാരണം എന്താ അറിയോ, തോക്കുന്നുണ്ടോ പോലെ പോകും. കാരണം ആ അഗ്നികുണ്ഡത്തിന്റെ അരികിലേക്ക് അടുക്കാൻ കഴിയില്ല, അതിന് മാത്രം തീയാണ്. 1.5 മാസം ജനങ്ങൾ 100 കണക്കിന് ആളുകൾ ശേഖരിച്ച വറകാണ് അകത്തുണ്ടാക്കി എണ്ണ വെച്ചിട്ട്. അപ്പോൾ ആ ജിബ്രീൽ എന്ന മലക്ക് പറയേണ്ട, അള്ളാന്റെ ഓർഡർ ഉണ്ട്, നിങ്ങൾ സമ്മതം തരികയാണെങ്കിൽ മഴ പെയ്ച്ചത് കെടുത്താം, വേണ്ട, ഞാൻ തവക്കുലാക്കിയതാണ്. മൂപ്പര് ചൊല്ലിയതാണ് ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ. മൂപ്പര് ചൊല്ലിയത് ഹസ്ബി അല്ലാഹു വനിഅമൽ വക്കീൽ. എനിക്കല്ലാഹു മതി, പരമേൽപ്പിക്കാൻ ഉത്തമൻ അവനാണ്. വേറെ ചില റിപ്പോർട്ടിൽ കാണാം ഇതും കൂടി ചൊല്ലി, വനിഅമൽ മൗല വനിഅമൻ നസീർ. ഏറ്റവും നല്ല സഹായിയും ഏറ്റവും നല്ല രക്ഷാകർത്താവും അവനാണ്. അത് നമുക്ക് വലിയൊരു സന്ദേശമാണ് ഈ ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ. ഈ ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ അതിൻ്റെ ശരിയായ ചെല്ലൻ്റെ എണ്ണത്തിൽ അറിയാം എത്ര? അല്ല, ആൽ ഇമ്രാൻ സൂറത്തിൽ ഈ ആയത്തിന്റെ തഫ്സീറിൽ കാണാം, തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിലൊക്കെ ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ എന്നുള്ളത് ഇത് നമ്മൾ 450 തവണ ചെല്ലണമെന്നാണ്. ഓരോന്നിനും അതിൻ്റെതായ കണക്കുണ്ട്. ആയത്തിൽ കുറിച്ചിൻ്റെ കണക്ക് പറയുമ്പോൾ നമ്മളൊരു 170 ഉണ്ട്. ആയത്തിൽ കുറിച്ച് 313, 170 അതിൻ്റെ അക്ഷരത്തിൻ്റെ എണ്ണാണ്. ഇത് സംഖ്യാശാസ്ത്രം അനുസരിച്ചുള്ളൊരു കണക്കായിരിക്കും. 450 പ്രാവശ്യം അതിസങ്കീർണമായ വിഷയങ്ങൾ വരുമ്പോൾ മനസ്സ് തട്ടി പൊട്ടി ചെല്ലണേത് ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ. സമയമൊന്നുമില്ല, സമയം ഏത് സമയത്തും ആകാം. പിന്നെ എല്ലാത്തിനും കൂടുതൽ അവസരം രാത്രിയാണ്. അത് കുറച്ച് ഏകാഗ്രത കിട്ടാനാണ്. നമുക്ക് തന്നെ നല്ലത്. എല്ലാവരും ഉറങ്ങിയിട്ടാകുമ്പോൾ ഒച്ചപ്പാടും പാടി എണ്ണം വയ്ക്കേണ്ടതൊന്നും ഉണ്ടാവില്ല. മറ്റേതെന്തെങ്കിലും ചിലപ്പോൾ കുട്ടികളൊക്കെ അങ്ങോട്ടോടി ഇങ്ങോട്ടോടി എണ്ണൊക്കെ വയ്ക്കും. പിന്നെ തുമ്പും പാലും കിട്ടിയില്ല, കുറേയാണ് ചെല്ലിയിരിക്കണമെന്ന് പറയും. അങ്ങനെയല്ല, എണ്ണം വളരെ കറക്റ്റാണ്. അപ്പോൾ നമ്മൾ പിന്നെ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മാതൃക പറഞ്ഞപ്പോൾ പറഞ്ഞതാണ്,
നമുക്ക് ഇതൊക്കെ വേണം, എന്നാലേ നമ്മൾ രക്ഷപ്പെടുള്ളൂ. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ഇനി ഇൻഷാ അല്ലാഹ് നേരായി കുറേ ആയി, ഒരു 5 മിനിറ്റ് വൈകിക്കണം. ഇനി ഇൻഷാ അല്ലാഹ് നമുക്ക് ബാക്കി അടുത്ത ക്ലാസ്സിൽ പറയാം. ഒന്ന് നോക്കണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽയഖ്ശ الذين لو تركوا من خلفهم ذرية ضعافا خافوا عليهم. നോക്കൂ, അല്ലാഹു തആല പറയാണ്, പിന്നെ സ്വന്തം മക്കളെ, ബലഹീനരായ മക്കളെ ഇട്ടേച്ചു പോകുന്നതിനെ ഭയപ്പെടുന്നവർ അവർ യതീമുകളുടെ കാര്യത്തിലും ഭയപ്പെടട്ടെ. ഫൽയത്തഖുല്ലാഹ്, അവർ അല്ലാഹുവിനെ സൂക്ഷിക്കട്ടെ. വൽയഖൂലു ഖൗലൻ സദീദ, നല്ല വാക്ക്, ഷദീദല്ലട്ടോ, അപ്പോൾ അർത്ഥം മാറും, സദീദാണ്, നല്ല വാക്ക് പറയട്ടെ അവരോട്. ഇന്നല്ലദീന യൗകുലൂന അംവാലൽ യതാമ, യതീമകളുടെ സമ്പത്ത് ഭക്ഷിക്കുന്നവര് ളുൽമാ, ക്രമപരമായി, ഇന്നമാ യൗകുലൂന ഫീ ബുതൂനിഹിം നാറാ, തീർച്ചയായിട്ടും അവരവരുടെ വയറുകളിൽ നിറക്കുന്നത് അഗ്നിയാകുന്നു. വസയസ്ലൗന സഈറാ, വലിയ കത്തിജ്വലിക്കുന്ന അഗ്നിയിൽ അവർ പ്രവേശിക്കുന്നതാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽയഖ്ശ الذين لو تركوا من خلفهم ذرية ضعافا خافوا عليهم فليتقوا الله وليقولوا قولا سديدا. إن الذين يأكلون أموال اليتامى ظلما إنما يأكلون في بطونهم نارا وسيصلون سعيرا. صدق الله.